കർത്താവായ യേശു അന്തിമ അത്താഴം കഴിഞ്ഞ് when Jesus had completed his supper, യേശു അവിടെ നിന്ന് എഴുന്നേറ്റു. Jesus arose from there, അവൻ സ്തോത്രം പാടിക്കൊണ്ട് and after thanking God, അവൻ ഒലിവുമലയിലേക്ക് കയറി. he went up to Mount Olive, സ്ത്രീകന്മാരെല്ലാവരെ അനുഗമിച്ചുകൊണ്ടിരിക്കുക. and the disciples were following him too. അതിനിടയിൽ അവൻ തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നുണ്ട്. And in between he turns back and talks to them. യോഹന്നാന്റെ സുവിശേഷം 13 തുടങ്ങി From John chapter 13 onwards, ഏറെക്കുറെ 19 വരെയുള്ള അധ്യായങ്ങൾ until the chapter 19, നമ്മുടെ യേശുവിന്റെ അവസാന വാക്കുകളാണ്. these were the final words proclaimed by അത് Jesus. യേശുവിന്റെ ഗിരിപ്രഭാഷണമല്ല. It is not the sermon on the mount. അത് യേശു ദേവാലയത്തിൽ പ്രസംഗിച്ചതല്ല. It was not spoken in the temple, തന്റെ രക്തവും മാംസവും ഭക്ഷിക്കുകയും to drink and eat of the flesh and the blood, തന്റെ കൈകളാൽ കഴുകി വിശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്ത and to the ones who were washed by his own ആ hands. സ്ത്രീകന്മാരോട് പറഞ്ഞ വാക്കാണ്. These were the words proclaimed unto his own disciples. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Be not your heart be troubled. നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. Believe in me. നിങ്ങൾ എന്റെ പിതാവിലും വിശ്വസിക്കണം. Ye shall believe in my Father too, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. because I shall never leave you ഞാൻ comfortless. സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ എന്റെ കൊമ്പുകളുമാണ്. For I am truly the vine and ye are the branches. നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും എന്റെ പിതാവ് നിങ്ങൾക്ക് തരും. Whatever ye shall ask in my name, my Father shall give it unto you. ഏറ്റവും അവസാനം ഒരു വാക്ക് പറഞ്ഞു. And in the very end he spoke one ഞാൻ word. ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. Ye live because I liveth. യേശു ഇത് പറയുമ്പോൾ തന്നെ യേശുവിന്റെ കാലടികൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. As he was proclaiming each and every word, he was keeping his യേശു footsteps ഒരു too. ഒലിവുമല കയറി. Jesus came upon the Mount Olive, അതിനുശേഷം യേശു കിദ്രോൻ തോട് കടന്നു. and then he crossed the river Kidron. കിദ്രോൻ എന്ന വാക്കിന്റെ അർത്ഥം The meaning of the word Kidron, ശവങ്ങളുടെ താഴ്വര എന്നാണ്. it is the valley of dead bodies. ഇസ്രായേൽ ചരിത്രകാരനായ ജോസിഫാസ് അതിനെക്കുറിച്ച് പറയുന്നത്, Josephus, a historian of the Israelites, says likewise, അക്കാലത്തെ ഇസ്രായേൽ ദേവാലയത്തിൽ in the temples of Israelites from that time, ഏതാണ്ട് ഒരു വർഷക്കാലം almost for 1 year, 2,65,000 മൃഗങ്ങളെ യാഗം കഴിക്കുമായിരുന്നു. almost 2,65,000 animals were sacrificed. ഇങ്ങനെ യാഗം കഴിക്കുന്ന മൃഗങ്ങളുടെ വേസ്റ്റ് And all the waste of these animals, അതുകൊണ്ട് തള്ളിയിരുന്ന സ്ഥലമാണ് ഈ താഴ്വര. it was dumped into that valley. അതുകൊണ്ട് ശവങ്ങളുടെ താഴ്വര എന്നാണ് ഇത് പറഞ്ഞിരുന്നത്. And thus it was named as the valley of dead നമ്മുടെ bodies. യേശു ഒരു ദിവസം ആ കിദ്രോൻ തോട് കടന്നു പോകേണ്ടി വന്നു. Our Jesus had to cross that river Kidron one day. അതിനുശേഷം അവൻ ഗെത്സമനിയിലേക്ക് പോയി. And after that he proceeded to Gethsemane. ഗെത്സമനെ എന്ന വാക്കിന്റെ അർത്ഥം എണ്ണച്ചക്കെന്നാണ്. And the word meaning of Gethsemane is a threshing floor of യേശുവിന്റെ oil. സ്ത്രീകന്മാർ തന്നെ അനുഗമിക്കുകയാണ്. And the disciples were following him too. അവൻ ആ ഗെത്സമനിക്കുള്ളിലേക്ക് കയറി. And he entered into Gethsemane. സ്ത്രീകന്മാർ ഒരു ഭാഗം പുറത്തിരുന്ന് പ്രാർത്ഥിക്കുക. And a portion of the disciples were outside and praying for എന്നാൽ him. യോഹന്നാനും കേഫാവും യാക്കോബും യേശുവിനോടുള്ള ഉള്ളിൽ കയറി. And John and Cephas and James went inside. അവനോട് യേശു പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെടുകയാണ്. And the Lord is asking them to pray. നമ്മുടെ കർത്താവായ യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം യാദൃശ്ചികമായിരുന്നില്ല. The manifestation of Christ Jesus into this world was not an occasional thing. മനുഷ്യാവതാരം എടുക്കുന്നതിന് മുൻപ് തന്നെ Before he was taking the form of a man, താൻ അനുഭവിക്കേണ്ട വേദനയെ കുറിച്ച് യേശുവിന് അറിയാമായിരുന്നു. he was well aware of the sufferings which he had to undergo. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്. Bible says likewise, അവൻ അതിരാവിലെ in the early morning, early in the morning, നല്ല ഇരുട്ടുള്ളപ്പോൾ when it was utter darkness, അവൻ നിർജ്ജന പ്രദേശത്ത് പോയി തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. he used to go to a void place and pray unto his father. എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? What would have been he praying? ഇതാ ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. Father Lord, I come to do thy will. യേശുവിന്റെ കാലടികൾ യേശുവിനെ ഗെത്സമനിയിലേക്ക് കൊണ്ടുപോകുകയാണ്. And the footsteps of Jesus was leading him into Gethsemane. യേശുവിന്റെ സ്ത്രീകന്മാർ യേശുവിനോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. And the disciples of Jesus were praying along with him. യേശു ഒരു കല്ലേറ് ദൂരത്തിലേക്ക് പോയി. And Jesus went on a stone's distance. ഒരു ചെറിയ ബാലൻ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ If a small lad takes a stone and throws away, എന്തു ദൂരം പോകുമോ? how much distance it would be covered? അതിനാണ് ബൈബിൾ കല്ലേറ് ദൂരമെന്ന് എഴുതിയിരിക്കുന്നത്. And that is the distance mentioned in that portion over there. യേശു അവരെ വിട്ട് കല്ലേറ് ദൂരത്തേക്ക് പോയി. And Jesus went such a distance over there. യേശു പിതാവിന്റെ മുഖം തേടുവാൻ തുടങ്ങി. And he started to sort for the countenance of the Lord. രക്തത്തുള്ളികൾ ഭൂമിയിൽ വീഴാൻ പോകുകയാണ്. His drops of blood are going to be shed on this world. ആത്മാവും ശരീരവും തമ്മിൽ വാദം ആരംഭിച്ചു. And his spirit and his body started to argue. ശരീരം പിതാവിനോട് പറയുകയാണ്. And he is saying unto his father, ഈ നാഴിക ഒന്ന് ഒഴിവാക്കി
ഒഴിവാക്കി തരാമോ? Oh Father Lord, can you avoid this hour for me? പിതാവേ, ഈ പാനപാത്രം ഒന്ന് ഒഴിവാക്കി തരാമോ? Can you avoid this cup for me? പെട്ടെന്ന് ആത്മാവ് കയറി പറയുന്നു, Immediately the Spirit is saying, അങ്ങനെയല്ല പിതാവേ, not like that, O Father. വിഹിതം പോലെ നടക്കട്ടെ. Let thy will be done. ഇപ്പോൾ ആത്മാവും ശരീരവും തമ്മിൽ വാദിക്കുകയാണ്. Now the soul and the body is arguing one another. യേശു അവിടെ നിന്ന് എഴുന്നേറ്റു. Jesus stood up from അവൻ there. സ്ത്രീഹന്മാരെ വീണ്ടും ഉണർത്തുകയാണ്. He is reviving and awakening the disciples. കെഫ കെഫ എന്ന് വിളിക്കാൻ തുടങ്ങി. He is calling Cephas, Cephas, ഓ, അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കുക. and pray for a little while. ആത്മാവ് ഒരുക്കമാണ്, Because the Spirit is willing, ജഡമോ ബലഹീനമാണ്. but the flesh is in യേശുവിന്റെ void. ആത്മാവ് ഒരുക്കമാണ്, The Spirit is ready, യേശുവിന്റെ ജഡം ബലഹീനമാണ്. but the flesh is weak. അവിടെ അത് യാദൃശ്യമായി സംഭവിച്ചതല്ല. It was not occasional or accidental. യേശു ഗെത്സമനിയിലേക്ക് പോകുമ്പോൾ When Jesus was proceeding to get പിതാവായ Gethsemane, ദൈവം മാനകുലത്തിന്റെ പാപം അവനെ ഏൽപ്പിക്കുക. the sin of the humankind was upon him. ഒരു ഭാഗത്തെ പാപം നുരച്ച് മറിയുക, In one portion, the sin is boiling up. മറുഭാഗത്ത് പിതാവ് മുഖം മറച്ചു കളഞ്ഞു. Other portion, the Father has hid his face. യേശു രണ്ട് കാര്യമാണ് പറയുന്നത്. Jesus is asking for two things. പിതാവേ, ഈ നാഴിക ഒഴിവാക്കി തരാമോ? Father, can you avoid this hour for me? അതിന്റെ ആഴങ്ങളെ പഠിക്കുമ്പോൾ When we go to the depths of the അവിടെ scripture, 4 പ്രവചനങ്ങളാണ് നിറവേറുന്നത്. 4 prophecies are being fulfilled in that ഗെത്സമനിയിൽ portion. 4 പ്രവചനം നിറവേറി. 4 prophecies were fulfilled in the Gethsemane. പ്രവാചകനായ യെശയ്യാവ് പറയുകയാണ്, Prophet Isaiah saying, ഞാൻ ഏകനായി ചക്ക് ചവിട്ടി, and I am threshing alone. എന്നോടുകൂടെ ആരും ഉണ്ടായിരുന്നില്ല. There was no one with me. ഇതാ യേശു ഏകനായി ചക്ക് ചവിട്ടുകയാണ്. Jesus is threshing all alone. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to the Lord. അതിലുപരിയായി And above all that, യേശു ജനിക്കുന്നതിന് before Jesus was born, 950 വർഷങ്ങൾക്ക് മുൻപ് 950 years before, ദാവീദ് യേശുവിന്റെ കഷ്ടതയെ കാണുകയാണ്. David is seeing the sufferings of അവൻ Jesus. 22 സങ്കീർത്തനത്തിൽ അത് എഴുതിയിരിക്കുന്നു. And he has mentioned it in Psalm 22. ആസാൻ കൂറ്റന്മാരെന്നെ ചുറ്റിയിരിക്കുന്നു, And the oxes of Bashan has encompassed me. കാളകൾ എനിക്ക് ചുറ്റി നിൽക്കുന്നു, And the bulls are all around me. നായ്ക്കൾ എന്നെ ചുറ്റി വളയുന്നു. And the goats are also encompassed. അയ്യോ യഹോവേ, നീ അകന്നിരിക്കുന്നത് എന്ത്? Oh Lord, why are you forsaken me? അയ്യോ യഹോവേ, നീ അകന്നിരിക്കുന്നത് എന്ത്? Why art thou so far from helping നമ്മുടെ me? യേശു ജനിക്കുന്നതിന് Even before Jesus was born, 950 വർഷങ്ങൾക്ക് മുൻപേ 950 years before, ഭക്തനായ ദാവീദ് യേശുവിന്റെ കഷ്ടതയെ കാണുകയാണ്. God-fearing David is seeing the sufferings of Jesus. പാതാള ഗോപുരങ്ങൾ ഇളകി മറിയുകയാണ്. And the strongholds of the devil are യേശുവിന് shaking. ചുറ്റും ബാശാൻ കൂറ്റന്മാർ നിൽക്കുന്നു. And the giants of Bashan are along him. കാളകൾ വളഞ്ഞിരിക്കുകയാണ്. The bulls have compassed him. പാതാള ഗോപുരങ്ങൾ ഇളകി മറിയുന്നു. And all the strongholds are shaken. നായ്ക്കൾ അവനെ ചുറ്റുന്നു. And the gods have compassed him. അവന്റെ അസ്ഥികൾ തൂകിപ്പോകുന്നു. And his bones are fading away. എത്ര വർഷം മുമ്പാണ് ഇത് പറയുന്നത്? How many years before it was prophesied? 22 സങ്കീർത്തനത്തിൽ വരുമ്പോൾ When you come to Psalms 22, ആ ദാവീദിന്റെ നിലവിളി നമുക്ക് കേൾക്കാം. we can see the crying out of David. നീ മുഖം മറച്ചതെന്ത്? Oh God, why thou hast hid my face? യേശു ഭൂമിയോളം പച്ചക്കിടക്കുകയാണ്. Because Jesus is lying all along the floor. യേശു ഒരു കല്ലേർ ദൂരം പോയി. He went in a stone's distance. അവൻ ഭൂമിയോളം പച്ചക്കിടന്നു. And he is lying all along the floor. അവന്റെ ശരീരം വേദന കൊണ്ട് നിറയുവാൻ തുടങ്ങി. And his body is filling with the pain. അവൻ മാനകുലത്തിന്റെ പാപം ചുമക്കുകയാണ്. Because he is bearing the sin of all അതാണ് humanity. ഗോപുരങ്ങൾ ഇളകി മറിയുകയാണ്. And the strongholds of the devil are shaking. ആശാൻ കൂറ്റന്മാർ ചുറ്റും നിൽക്കുകയാണ്. And the bulls of Bashan have encompassed him. അപ്പോൾ ആ പ്രവചനം അവിടെ നിറവേറി. And then the prophecy has been fulfilled. അടുത്തതായി എന്ത് സംഭവിച്ചു? What has happened next? യേശു ജനിക്കുന്നതിന് 530 വർഷം മുൻപേ 530 years before Jesus was born, യെരൂശലേമിൽ ജീവിച്ച ഒരു പ്രവാചകനാണ് സഖറിയാവ്. Zechariah was a prophet who was living in സഖറിയാവ് Jerusalem. പ്രവചിച്ചു പറയുകയാണ്, Zechariah is prophesying, വാളേ എഴുന്നേൽക്കുക, O swords arise, വാളേ എഴുന്നേൽക്കുക, O swords arise, എന്റെ കൂട്ടാളിയായ പുരുഷനെ വെട്ടുക, and slay the man who is along me. ആടുകൾ ചിതറി ഓടിപ്പോകട്ടെ. Let the sheep be scattered. ആ പ്രവചനം ഇപ്പോൾ അവിടെ നിറവേറുകയാണ്. And now the prophecy is being fulfilled. വാൾ എഴുന്നേറ്റു. The sword has arisen, ഇടയനായ യേശുവിനെ വെട്ടി. and the shepherd Jesus was slain, ആടുകൾ ചിതറി ഓടിപ്പോയി. and the lambs are scattered. ഒന്ന് യെശയ്യാവിന്റെ പ്രവചനം നിറവേറുകയാണ്. Firstly, the prophecy of Isaiah അവൻ is fulfilled. ഏകനായി ചക്കി ചവിട്ടി. He is threshing all alone. രണ്ടാമത് ദാവീദിന്റെ പ്രവചനം നിവർത്തിയായി.
the prophecy of David is being fulfilled. കൂറ്റന്മാർ അവനെ ചുറ്റി വളഞ്ഞു. The bulls of Bashan has encompassed him. സക്കറിയാവിന്റെ പ്രവചനം നിവർത്തിയാകുകയാണ്. The prophecy of Zechariah is also fulfilled. എഴുന്നേറ്റ് ഇടയനായ യേശുവിനെ വെട്ടി. The sword has arisen and slain the shepherd Jesus. യേശു ഭൂമിയോളം പച്ചക്കിടന്നു. And Jesus was lying all along the ground. യേശു അലറി കരയാൻ തുടങ്ങി. Jesus started to cry aloud. അപ്പാ അപ്പാ എന്ന് വിളിക്കാൻ തുടങ്ങി. He started to call out, Abba, Father. യേശുവിന്റെ ശരീരം വിയർത്തു. And his body was sweating. അവന്റെ രോമകൂപത്തിൽ കൂടെ രക്തം ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങി. And through his pores the blood started dripping into the floor. യേശുവിന്റെ രക്തം ആദ്യം വീഴുന്നത് ഗെത്സമനയിലാണ്. It was on the grounds of Gethsemane that the blood of Jesus first അവന്റെ dripped. തലമുടിനാരുകളിൽ നിന്ന് രക്തം വീഴുവാൻ തുടങ്ങി. And the blood started to drip from his hairs too. പ്രവാചകനായ യെശയ്യാവ് ചോദിച്ചു, Prophet Isaiah is asking, നിന്റെ വസ്ത്രം ഇങ്ങനെ ചുമന്നിരിക്കുന്നത് എന്ത്? why are your garments as red as scarlet? നിന്റെ വസ്ത്രം രക്തത്തിന് തുല്യമായത് എന്ത്? How has your garments been red as a blood? മറുപടി പറയുന്നു, ഞാൻ ഏകനായി ചക്കി കവട്ടി. The reply came, I was threshing all alone. നമ്മുടെ യേശുവിന്റെ രക്തം ഭൂമിയിൽ വീഴുകയാണ്. There the blood of Jesus was dripping on the ground. പ്രിയ ദൈവ പൈതലേ, Dear child of ഈ God, രക്തം വാങ്ങി ഭക്ഷിപ്പീൻ. you shall come and take part of the blood. ഇത് പുതിയ നിയമത്തിന്റെ രക്തമാണ്. Because it's the blood in the New Testament. യേശുവിന്റെ രക്തം ഗെത്സമനയിൽ വീണു. The blood of Jesus was dropped on the ground ആ of ഒരു Gethsemane. തോട്ടത്തിന്റെ ഉണങ്ങിയ കരിയിലകളിൽ യേശുവിന്റെ രക്തം വീണു. Upon the dry leaves on the ground of Gethsemane, the drips of green രണ്ടാമത് blood. യേശുവിന്റെ രക്തം വീണത് എവിടെയാണ്? There has the blood of Jesus dripped again. അത് കൽത്തളത്തിലായിരുന്നു. It was on the stony floor. യേശുവിനെ അവർ കൊണ്ടുപോയി. They were taking Jesus along. ഒരു രാത്രിയിൽ And one night, 4 കോടതികളിൽ in 4 courts, യേശുവിനെ 5 പ്രാവശ്യം വിസ്തരിച്ചു. he was judged 5 times. ഒടുവിൽ 2 ശിക്ഷ യേശു ഏറ്റുവാങ്ങി. And 2 judgments was taken upon him. ഒന്നാമത്തേത് ജൂതന്റെ ശിക്ഷയാ. One was the chastisement of the Jews. ആ ശിക്ഷ പ്രകാരം According to that നമ്മുടെ damnation. യേശു 39 അടിയേറ്റു. And he had to be whipped for 39 times. യേശുവിനെ കത്തളത്തിലേക്ക് കൊണ്ടുപോയി. He was taken to the stony pillar. അതിങ്ങനെ കുത്തിയ കല്ലുകൊണ്ട് പണിതുയർത്തിയ ഒരു സ്ഥലമായിരുന്നു. It was a platform made out of stones. അതിന്റെ മുൻപിൽ യേശു മുട്ടുകുത്തി. And before that Jesus was kneeling. യേശുവിന്റെ കൈകൾ 2 ഭാഗത്തേക്ക് വലിച്ചു കെട്ടി. And his hands were stretched and tied along. പടയാളികൾ യേശുവിന്റെ അടുക്കൽ വന്നു. The soldiers came along him. അക്കാലത്തെ എണ്ണം തികയ്ക്കുന്നത് നാണയം പെറുക്കി വെച്ചായിരുന്നു. And the numbers were counted according to the coins kept over ഒരു there. സൈനാധിപൻ 39 നാണയവുമായി വന്നിരുന്നു. And the captain came and brought in 39 coins. ഇടതും വലതും സൈഡിൽ പടയാളികൾ നിന്നു. Left and right the soldiers stood along him. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ഇടതും വലതും പടയാളികൾ നോക്കിയ The soldiers left and right of him. ആ സൈനാധിപൻ ഒരു നാണയമെടുത്ത് മാറ്റി വെച്ചു. And the captain took 1 coin and kept aside. നമ്പർ 1. And it was numbered 1. ഇതിനു മുമ്പ് യേശുവിന്റെ മുതുകിൽ അടിയേച്ചു. Before it was said, the whip was well fought for him. ചമ്മട്ടി കൊണ്ടുള്ള അടിയായിരുന്നു. And it was the beating by the whip. ആ ചമ്മട്ടിയിലെ ചൂണ്ടകളൊക്കെ യേശുവിന്റെ മുതുകത്ത് പിടിച്ചു. And all the hooks of that whip took hold on the പടയാളി Jesus. പതുക്കെ ഒന്ന് വലിച്ചു നോക്കി. And the soldier tried to pull it back. ആ ആഴത്തിൽ അത് പതിഞ്ഞെന്ന് കണ്ടപ്പോൾ And when it was deeply wounded, ആ പടയാളി ചമ്മട്ടി താഴേക്ക് വലിച്ചു. he pulled that whip down. യേശുവിന്റെ ശരീരം എക്സാകൃതിയിൽ കീറാൻ തുടങ്ങി. And the body of Jesus was in that manner. സൈനാധിപൻ 2ാമത്തെ നാണയം എടുത്തു വെച്ചു. And the second coin was set apart. ഇടത് സൈഡിൽ നിൽക്കുന്ന പടയാളി ചമ്മട്ടി കൊണ്ട് യേശുവിനെ അടിച്ചു. The soldier on the left side whipped him with a whip. ചമ്മട്ടി യേശുവിന്റെ മുതുകിൽ പതിയുന്നു. And the whip is upon the body of Jesus. പടയാളി താഴേക്ക് വലിക്കുന്നു. And the soldier is pulling it down. മാംസം അടന്ന് തറയിൽ കിടന്ന് പിടയുന്നു. And the flesh is shivering on the floor. ചമ്മട്ടി ഒട്ടാതിരിക്കാൻ വീണ്ടും അവർ വെള്ളത്തിൽ മുക്കുന്നു. And because the whip is dipped in water. സ്വർഗം ഭൂമിയിലേക്ക് കുനിഞ്ഞു നിൽക്കുകയാണ്. And then the sun is down on the door. പടയാളികളുടെ കുതിരകൾ അലറി വിളിക്കുകയാണ്. And the horses are neighing. മാനവരാശിയേ, Oh humanity, നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി in order to be redeemed, കർത്താവ് തന്റെ അവസാന തുള്ളി രക്തവും നിനക്ക് തന്നിരിക്കുന്നു. he has stripped his final drop of blood for you. പടയാളി യേശുവിന്റെ മുതുകിൽ അടിക്കുന്നു. The soldier is whipping upon the bottom of the അതിനുശേഷം താഴോട്ട് വലിക്കുന്നു. and then he is pulling it down. മനുഷ്യന്റെ ശരീരഘടനയെ കുറിച്ച് നാം പഠിച്ചാൽ If you study the human body മനുഷ്യന്റെ structure, ഉള്ളിൽ 156 ആന്തരിക അവയവങ്ങളുണ്ട്. there are almost 156 internal organs. ഏതാണ്ട് 206 അസ്ഥികൾ മനുഷ്യനുണ്ട്. And they have 206 bones. 600ഓളം മസിലുകളുണ്ട്. And there are 600 muscles. ഏതാണ്ട് 15 ലിറ്റർ വെള്ളവും 5 ലിറ്റർ രക്തവും നമ്മുടെ ശരീരത്തിലുണ്ട്. 15 liters of water and 5 liters of blood is there in the body. മനുഷ്യന്റെ മാംസപേശികൾ വലിഞ്ഞാണ് നിൽക്കുന്നത്. And the
muscles are stretched in the body. പടയാളി മുതുകിലെ കടിക്കുമ്പോൾ, When the soldier whips his whip, ആ ചമ്മട്ടി താഴോട്ട് വലിക്കുമ്പോൾ, when he pulleth it down, ഇതാ X ആകൃതിയിലാണ് ഇത് പൊളക്കുന്നത്. and it is being torn in the ബൈബിൾ shape of എന്ത് S. പറഞ്ഞു? What did the Bible say? അവരുടെ മുതുക ഉഴവ് ചാലുപോലെ കീറി. And they have striped my back like rivers. അവന്റെ രക്തം രണ്ടാമത് വീഴുന്നത് കൽത്തളത്തിലാണ്. And secondly, that blood was dripped on the അവിടെ stone. നിന്ന് അവർ യേശുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. And they took him by hand. അവിടെ നിന്ന് അവർ ഗോൽഗോത്തായിലേക്ക് കൊണ്ടുപോയി. And he was arose and he was taken to അതിന് മുൻപ് Golgotha. യേശുവിനെ അവർ പരിഹസിച്ചു. And they started to mock him. അവന്റെ കണ്ണ് കെട്ടി അവന്റെ മുഖത്തടിച്ച് അവനെ നിന്ദിച്ചു. And they tied his eyes and slapped on his face. അവന്റെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ചു. They cast a crown of thorns upon his ഏതാണ്ട് head. 4 ഇഞ്ച് 6 ഇഞ്ച് നീളമുള്ള മുള്ളുകളായിരുന്നു. Each thorn was about 4 to 6 inches long. ചരിത്രകാരന്മാർ പറയുന്നത് The historians say ഏതാണ്ട് 156 മുള്ളുകൾ ഉണ്ടായിരുന്നു. it was around 156 പടയാളി thorns. അതെടുത്ത് യേശുവിന്റെ തലയിൽ വെച്ചു. The soldier took it and kept it on the head of Jesus. യേശുവിന്റെ ശരീരം വിറച്ചു തുടങ്ങി. The body of Jesus started to അവർ അവന്റെ shiver. താടിരോമം വലിച്ചു പറിച്ചു. And they were pulling the beard. അവന്റെ മുഖത്ത് തുപ്പി. And they spat on his face. പടയാളി ഈ മുൾക്കിരീടം തലയിൽ വെച്ചു. And then he placed the crown of thorn upon his head. ഒരു പടയാളി കോലുകൊണ്ടൊന്ന് അമർത്തി. And then he pressed it with a rod. അപ്പോൾ യേശു വേദന കൊണ്ട് പടയാൻ തുടങ്ങി. And Jesus started to cry with pain. പെട്ടെന്ന് പടയാളി കോലുകൊണ്ട് ഒറ്റയടി അടിച്ചു. And immediately the soldier beat it with a rod. യേശുവിന്റെ ശിരസിലേക്ക് കയറി. And it pierced into the head of Jesus. യേശു വേദന കൊണ്ട് അലറിയ. Jesus is crying aloud with pain. ആ ദുഷ്ടന്മാർ യേശുവിനെ വിട്ടില്ല. They did not leave Jesus. അവർ യേശുവിന്റെ മുൾക്കിരീടം വീണ്ടും ഊരിയെടുത്തു. They plucked off that crown of thorn അവനെ ഗോൽഗോത്തായിലേക്ക് കൊണ്ടുപോയി. and brought him to Golgotha. തലയോടിടമെന്നൊരു സ്ഥലത്തെത്തി. And they brought to the place of the skull. പടയാളികൾ യേശുവിനെ എടുത്ത് ക്രൂശിലേക്ക് ഇട്ടു. And they cast him on the cross. ആ ക്രൂശിന് മാർക്ക് ചെയ്ത സ്ഥലമുണ്ടായിരുന്നു. And they were marked places on that cross. ഒരു പടയാളി യേശുവിന്റെ കൈകൾ ചവിട്ടി പിടിച്ചു. And one person stamped the hand of Jesus. പടയാളികൾ യേശുവിന്റെ കൈയുടെ ഈ ഭാഗത്താണ് ആണി അടിച്ചത്. And upon that portion the nail was pierced. വലിയ നീളമുള്ള ആണികൾ ഇവിടേക്ക് വെച്ചു. Long nails were put over there. അവർ അടിക്കുവാൻ തുടങ്ങി. And they started to hammer it. യേശു കൈയുടെ വേദന കൊണ്ട് കൈ ചുരുണ്ടലറുവാൻ തുടങ്ങി. And with the pain he started to cry. മറുഭാഗത്തേക്ക് കൈ എത്തുന്നില്ല. And the hand is not stretching on the other part. പടയാളി യേശുവിന്റെ കയ്യിൽ കിട്ടി. Soldier tied his hand മലന്ന് കിടക്കുന്ന ക്രൂശിൽ ചവിട്ടി അവൻ കൈവലിച്ചു. and pulled off his hand from that cross. ആ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് കൈ വന്നു. And the hand was on the marked place. യേശുവിന്റെ കൈ നാടുവാൻ തുടങ്ങി. And his hand started to shiver. ഒരുവൻ യേശുവിന്റെ കയ്യിൽ ചവിട്ടി. Again the soldier stamped on his മറ്റൊരുവൻ hand. കൈയുടെ ഈ ഭാഗത്തേക്ക് ആണി അടിച്ചു. And the other one pierced the nail on the other part. കാലുകൾ ചേർത്ത് വെച്ചു. And his feet were put together. പടയാളികൾ ആണി അടിച്ചു. And the soldiers failed. യേശുവിന്റെ ക്രൂശ് കമത്തിയിട്ടു. And they pulled over the cross. മറുഭാഗത്തുള്ള ആണിയുടെ ഭാഗം അടിച്ചു പരത്തി. And then all the nails were hammered. അവർ ഏതേലം പാടി. And then ക്രൂശ് തള്ളി നീക്കി. and they pulled the cross. നിയമിക്കപ്പെട്ട സ്ഥലത്തേക്ക് വന്നു. And they pushed the cross to the അവർ appointed place. കയറിട്ട് യേശുവിനെ തൂക്കുവാൻ തുടങ്ങി. And they pulled it with a rope. നമ്മുടെ യേശുവിന്റെ ക്രൂശ് കുഴിയിൽ വീണു. And that cross was right into that അവന്റെ place. കാലുകൾ മുൻപോട്ട് മടങ്ങി. And his knees were bent. അവന്റെ ശരീരം ക്രൂശിൽ തൂങ്ങി. And his body was hanging on the ഇന്ന് cross. രാത്രി ആ ക്രൂശിനെ ഒന്ന് കാണുവേ. Tonight to meditate upon that യേശു cross. എന്ന് പറയുന്നു. What is Jesus ഇത് saying? വാങ്ങി കുടിപ്പേ. Come ye and drink. ഇതെന്റെ രക്തമാണ്. For this is my blood. എന്റെ കർത്താവേ, Oh my Lord. എന്റെ എല്ലാ മഹിമയുടെയും പിന്നിൽ നിന്റെ രക്തമാണ്. Behind all my glory and honor it is your blood. എന്റെ സകല മഹിമയുടെയും പിന്നിൽ Behind all my honor. യേശുവേ, Oh Jesus. നിന്റെ ക്രൂശാണ്. It is thy cross. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തരൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. നമ്മുടെ കർത്താവിനെ അവർ ക്രൂശിച്ചു. They crucified our Christ. അവസാന നിമിഷങ്ങളിലേക്ക് വന്നെത്തി. And they came to the final moments. എല്ലാവരും യേശുവിനെ വിട്ട് ഓടിപ്പോയി. Everyone ran away from Jesus. യേശുവിന്റെ രക്തം ക്രൂശിന്റെ തറയിൽ വീഴാൻ തുടങ്ങി. And the blood of Jesus started shedding down on the floor. അവസാന നിമിഷമായി And the final moments came. യേശു തന്റെ പ്രവൃത്തികളെല്ലാം തികച്ചു. Jesus has completed all his works. ലാസ്റ്റ് അവന്റെ സകല പ്രവൃത്തിയും തികഞ്ഞു എന്ന് കണ്ടപ്പോൾ And when he saw that everything is finished, നമ്മുടെ യേശു പിതാവായ ദൈവത്തെ നോക്കി. and Jesus looked out unto the Father Lord. അതിനുശേഷം യേശു വിളിക്കുകയാണ്. And then Jesus is crying, ഏലോഹി, ഏലോഹി, ലമ്മ ശബക്താനി. Eli, Eli, lama sabachthani. ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? My Lord, why hast thou forsaken പ്രിയ me? ദൈവ പൈതലേ, Dear child of God, നിത്യതയുടെ കവാടം
gates of eternity shall be opened. നിനക്കൊരു ജീവന്റെ കിരീടം തരുവാനാണ് In order to give you the crown of life. നിന്റെ യേശു മുൾക്കിരീടം ധരിച്ചത്. That is why he was adorned with the crown of thorns. നിത്യതയിൽ നീ എത്തുമ്പോൾ When you reach unto eternity, നിന്റെ മുഖത്തെ പിതാവ് ആദരിക്കേണ്ടതിനാണ് in order to honor thy countenance, യേശുവിന്റെ മുഖത്ത് പടയാളി തുപ്പിയത്. the soldiers spat on the face of Jesus. ഇന്ന് നിന്റെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാനാണ്. In order to raise your hands and praise God. യേശുവിന്റെ കരങ്ങളിൽ ആണികൾ അടിച്ചത്. The hands were pierced by the nails. നിന്റെ കാലുകൾ നീതിയുടെ പാതയിൽ നടക്കേണ്ടതിനാണ്. In order your feet to be walking in the paths of യേശുവിന്റെ righteousness. കാലുകളിൽ ആണി അടിച്ചത്. The feet were scarred and nailed. നിന്റെ ഹൃദയത്തിൽ സമാധാനം തരുന്നതിനു വേണ്ടിയാണ്. In order to bestow peace into your hearts. നിന്റെ യേശുവിന്റെ വിലാപ്പുറം പടയാളി കുത്തി തുളച്ചത്. The womb of Jesus was pierced by the soldier. യേശു പറയുന്നു, Jesus says, ഇത് വാങ്ങി കുടിപ്പി, come me and drink of it. ഇതെന്റെ രക്തമാണ്. This is my blood. നായിക വിശുദ്ധന്മാരെ, All the saints of the grace period, നമ്മുടെ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കാം. let us trust upon the blood of Jesus. കഴിഞ്ഞ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, As I have said you to the last night, ഒരു നാളെങ്കിലും ആ രക്തവും മാംസവും ഭക്ഷിച്ചവൻ ഭാഗ്യവാനാണ്. one who has taken part in it and one day he is blessed. കാര്യം നമ്മുടെ ജീവൻ യേശുവിന്റെ ജീവനാണ്. Because of the life which is dwelling in us is the life of Jesus. ഒരു ദിവസം നമ്മുടെ യേശു വരും. One day our Lord shall appear അവൻ നമ്മളെ പേർ ചൊല്ലി വിളിക്കും. and he shall call us by his name. അവന്റെ അവസാന തുള്ളി രക്തവും നമുക്ക് തന്നു. Because he has shed his last drop of blood for us. അവസാനം പടയാളി വിലാപ്പുറത്തേക്ക് കുത്തി. And the soldier pierced into his womb. പടയാളി കുന്തം വലിച്ചൂരുമ്പോൾ And when he pulled the spade back, ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി വന്നു. and blood and water poured out from that heart. അതിന്റെ അർത്ഥം എന്താണ്? What is the meaning? ഇനിയും ആ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലുമില്ല. No more drops of blood are there in that body. അവസാന തുള്ളി രക്തവും നമുക്ക് നൽകി. Last drop of blood was also shed for us. രാത്രി നമുക്ക് നമ്മുടെ കർത്താവിന്റെ ക്രൂശിനെ സ്നേഹിക്കണം. Let us love that cross tonight. നമുക്ക് ജയകരമായ ഒരു ജീവിതം ചെയ്യണമെങ്കിൽ ക്രൂശിനെ നമ്മൾ സ്നേഹിക്കണം. In order to do a victorious life, we need to love that cross. എവിടെയാണ് സാത്താൻ കീഴടങ്ങിയത്? Where was the Satan defeated? യേശു വെള്ളത്തിന്റെ മീതെ നടന്നപ്പോൾ സാത്താൻ കീഴടങ്ങിയോ? When Jesus walked upon the waters, that the Satan defeated. യേശു അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ സാത്താൻ കീഴടങ്ങിയോ? When Jesus feeded the gathering with 5,000 people, did the Satan defeat? യേശു ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ സാത്താൻ കീഴടങ്ങിയോ? When Jesus resurrected Lazarus, was the Satan defeated? സാത്താൻ അവിടെയൊന്നും കീഴടങ്ങിയില്ല. Satan did not accept his defeat over സാത്താൻ there. എവിടെയാണ് കീഴടങ്ങിയെന്നറിയാമോ? Where did he accept his defeat? യേശുവിന്റെ ക്രൂശിലാ. It was upon the cross of പ്രിയ Jesus. ദൈവ പൈതലേ, Be a child of God. ക്രൂശിനെ സ്നേഹിക്കുന്ന ഒരുവന് മാത്രമേ ജയകരമായ ഒരു ജീവിതം ചെയ്യാൻ ഒക്കത്തുള്ളൂ. Only to the one who can love that cross can do a victorious life. നമ്മുടെ കർത്താവിന്റെ ക്രൂശിനെ നമുക്ക് സ്നേഹിക്കണം. Let us love that cross of Jesus. ആ ക്രൂശിന്റെ ചോട്ടിലാണ് സാത്താൻ കീഴടങ്ങിയതെങ്കിൽ If it was at the foot of the cross where the Satan accepted his ദൈവം defeat, നിനക്ക് തന്ന ക്രൂശിന്റെ ചോട്ടിലെ സാത്താൻ കീഴടങ്ങൂ. only the Satan will be defeated upon the cross which God has given unto you. ആകയാൽ നമുക്ക് യേശുവിന്റെ ക്രൂശിനെ സ്നേഹിക്കാം. Therefore let us love that cross. നാം ഇന്നായിരിക്കുന്നതിന്റെ പിന്നിൽ And because we are here today, the നമ്മുടെ reason behind യേശുവിന്റെ രക്തമുണ്ട്. it was the blood of Jesus. എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. We do not have the time to explain in detail. പ്രാരംഭത്തിൽ വായിച്ചു കേട്ടല്ലോ. As we have heard in the beginning, അനന്തരം അവൻ പാനപാത്രം എടുത്തു. then he took the cup അവൻ പറയുന്നു, വാങ്ങി കുടിപ്പി, and he is saying to ask and drink from it. വാങ്ങി കുടിപ്പി, Take it and drink from ഇത് it. എന്റെ രക്തമാ, And it is my blood. ഇത് വാങ്ങി കുടിപ്പി. Ye shall take and drink. ഇന്ന് രാത്രി യേശു നമ്മുടെ മധ്യേ ഉണ്ട്. Tonight our Jesus is there in our midst. നമുക്ക് നമ്മുടെ കർത്താവിനോട് പറയാം, Let us say unto our Jesus, കർത്താവേ, എന്റെ എല്ലാം നിന്റെ ക്രൂശ് മാത്രമേ. O Lord, everything and everything is upon thy cross, O Lord. നമുക്ക് ആ ക്രൂശിനെ സ്നേഹിക്കാം. Let us therefore love that cross. നമുക്ക് നമ്മുടെ യേശുവിന്റെ രക്തത്തെ സ്നേഹിക്കാം. Let us love the blood of Jesus. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ഒന്നാമതായി നാം നോക്കുമ്പോൾ Firstly, when we look upon, നമ്മുടെ മറുവില യേശുവിന്റെ രക്തമാണ്. our ransom was the blood of Jesus. എനിക്കും നിങ്ങൾക്കും യേശു രക്തം വിലയായി കൊടുത്തു കഴിഞ്ഞു. And Jesus has gave the price, his blood as for us. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, And that's why Peter is saying, അവൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കൊണ്ട് and because he has purchased you with his blood, ഇനി നിങ്ങൾക്കുള്ളവരല്ല. ye shall no more be for yourself. യേശു നമ്മെ വിലയ്ക്ക് വാങ്ങിയതാണ്. Because our Jesus has purchased us with his blood. അപ്പോസ്തലപ്രവൃത്തി 20:28 വരുമ്പോൾ When we come to Acts of Apostles chapter 28 verse 28, പൗലോസ് സഭയോട് പറയുകയാണ്,
St. Paul is saying unto the church over അവന്റെ there, രക്തത്താൽ സമ്പാദിച്ച സഭയെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. you shall preserve the church which was redeemed by his blood. ഈ സഭയ്ക്ക് മറുവില കൊടുത്തിരിക്കുന്നു. Because for the church the ransom was paid. യേശു ജനിക്കുന്നതിന് മുൻപ് Before Jesus was born, ഒരു സങ്കീർത്തനക്കാരൻ പാടുകയാ, the psalmist is singing likewise, പണ്ട് നീ സമ്പാദിച്ച നിന്റെ സഭയെ ഓർക്കണമേ. thou shalt remember the church which was redeemed in the days of the old. പുതിയ നിയമ സഭയെ, Oh, the New Testament church. ആ സഭയുടെ അംഗങ്ങളായ വിശുദ്ധന്മാരെ, And the members are the saints of this നമ്മുടെ church. മറുവില യേശു കൊടുത്തു കഴിഞ്ഞു. Our ransom was paid by Jesus Christ. വെള്ളിക്കും പൊന്നിനും നമ്മെ വീണ്ടെടുപ്പാൻ സാധ്യമല്ല. Silver and gold cannot redeem us. ഇപ്പോൾ പൗലോസ് എന്തു പറയുന്നു? And now what St. Paul is saying, അവൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. and it is the church which was redeemed by his blood. അപ്പോസ്തല പ്രവൃത്തി 20:28. Acts of Apostles chapter 20 and verse 28. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ യേശുവിന്റെ സഭയെ യേശു രക്തം കൊടുത്ത് മേടിച്ചതാ. And the church of Jesus was purchased by his blood. രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, Tonight let me ask you, നിങ്ങൾ ആരെങ്കിലും യാദൃശ്യമായി ഇതിൽപ്പെട്ടവരുണ്ടോ? have you come here coincidentally? ഏതെങ്കിലും തെരുവുനാ കടിക്കാൻ വന്നപ്പോൾ ഓടി ഈ മാർഗത്തിൽ കയറിയവരുണ്ടോ? Have you come into this walks of faith because a stray dog was chasing you? അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? Is there anyone like that? ഇല്ല. ഭയങ്കര മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ Or because when there was heavy downpour, കേറാൻ ഇടമില്ലാതെ ഓടിക്കേറിയവർ ആരെങ്കിലും ഉണ്ടോ? is there anyone who taken this shelter in order to be escaped? ഇല്ല. No, no and no. നമുക്ക് മറുവിലെ ഉണ്ടായിരുന്നു. There was a ransom for us. ഒരു മനുഷ്യന്റെ ആത്മാവ് മുഴുലോകത്തെക്കാൾ വിലയുള്ളതാണ്. Because the soul of a man is greater than the entire world. ഒരു മനുഷ്യന്റെ ആത്മാവ് മുഴുലോകത്തെക്കാൾ വിലയുള്ളതാണ്. And the price of the soul of a man is greater than the entire world. ആകയാൽ ഈ ലോകത്തിലെ സമ്പത്ത് കൊണ്ട് മനുഷ്യനെ വിലയ്ക്ക് വാങ്ങാൻ സാധ്യമല്ല. Therefore no man can be redeemed by the wealth of this world. അത് സാധ്യമല്ലെന്ന് പ്രമാണം പറഞ്ഞപ്പോൾ And when the commandments in the law said it is not possible, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, glory be to the Lord. അത് അസാധ്യമെന്ന് പറഞ്ഞപ്പോൾ When it was said impossible, സ്വർഗകവാടം തുറന്നൊരുവൻ വരികയാ. and there is one descending from the gates of heaven, അവന്റെ രക്തമാണ് നമ്മുടെ മറുവില. and his blood is our ഇന്ന് ransom. രാത്രി നമുക്ക് ധൈര്യമായി പറയാം, Tonight we shall boldly say, യേശുവേ, oh my Jesus, എന്റെ മറുവില നിന്റെ രക്തമാണ്. I was purchased by thy blood. ദൈവമക്കൾ വിശ്വസിക്കുന്നു, How many children of God believe this? എന്റെ മറുവില എന്റെ യേശുവിന്റെ രക്തമാണ്. My ransom is the blood of Jesus. അത് വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ, And those who believe, shall you lift up your കർത്താവിന്റെ hands? ക്രൂശിനെ ഒന്ന് ധ്യാനിച്ചാൽ, Let us meditate upon the cross of അവൻ Jesus. കത്തളത്തിൽ അടിയേൽക്കുന്നതെന്ന് ഓർത്തു നോക്കിക്കാൽ, You shall remember the beatings which were suffering on the stone അവൻ platform. ഗെത്സമനയിൽ അലറി വിളിക്കുന്നതെന്ന് ഓർത്തു നോക്കിക്കാൽ, Remember the high crying of the Lord. എത്ര പേർ യേശുവിന്റെ കഷ്ടത കണ്ടു? How many of you have seen the sufferings of Jesus? ധൈര്യത്തോടെ യേശു പറയുവേ, Boldly confess it. യേശുവേ, Oh Jesus, നിന്റെ രക്തമാണ് എന്റെ മറുവില. your blood is my ransom. നിന്റെ രക്തമാണ് എന്റെ മറുവില. Your blood is my ransom. അങ്ങനെ കണ്ടവർ ശക്തിയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അപ്പൊ നമ്മുടെ മറുവില യേശുവിന്റെ രക്തമാണ്. Therefore our ransom is the blood of Jesus. ചെകുത്താനൊന്നും നമ്മളെ കയറി തൊടുകല. No devil shall touch us. അവൻ ഇടയ്ക്കിടയ്ക്കിട്ട് നമ്മളെ വിരട്ടും. He may come and frighten us. പക്ഷേ നമ്മൾ ധൈര്യമായി പറയണം, But we should boldly എന്റെ say, മറുവില യേശു കൊടുത്തതാണ്. my ransom was paid by നീ Jesus. ഒരിക്കലും അതിന് അടിമപ്പെടാൻ പാടില്ല. You shall not be subjected to it. പണ്ട് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ അടിമ കച്ചവടം ഉണ്ടായിരുന്നു. Earlier days in America and Europe there was slavery. അപ്പൊ ഒരു വലിയ ധനികന് ഒരു കൊച്ചു ബാലൻ, ഒരു നീഗ്രോ ബാലൻ ഉണ്ടായി. And there was a Negro lad. അവനെ അടിമയായി വാങ്ങിയതാണ്. And he was bought as a slave. അന്ന് നിസ്സാര വിലയ്ക്ക് മാർക്കറ്റിൽ നിന്ന് അടിമകളെ കിട്ടും. And they can get in cheap prices the slaves. ഒരു മനുഷ്യൻ അവനെ തോട്ടത്തിലെ വേലയേൽപ്പിച്ചു. And one person gave him the gardening work. അതൊരു മനോഹരമായ ആപ്പിൾ തോട്ടമായിരുന്നു. And it was a beautiful garden of apples. ആ തോട്ടത്തിൽ ഇങ്ങനെ ആപ്പിൾ ഇങ്ങനെ കായ്ച്ചു തുടങ്ങിയതേ ഉള്ളൂ. And in that farmland the apples started to bloom. അവൻ ഒരു ദിവസം ആ ആപ്പിൾ മരത്തിൽ നിന്നൊരു കാ പറിച്ചു തിന്നു. One day he plucked an apple from that tree. അവന്റെ യജമാനൻ ഒരു ക്രൂരനായിരുന്നു. And his owner was a cruel അവൻ person. വരുമ്പോൾ ഈ കൊച്ചു ബാലൻ ഈ ആപ്പിൾ വിശപ്പുകൊണ്ട് തിന്നോണ്ടിരിക്കുക. When he came, he saw this young lad eating this apple. പക്ഷേ ആ ദുഷ്ടനായ മനുഷ്യൻ അത് സഹിച്ചില്ല. That wicked person did not suffer അവൻ ആ that. ബാലനെ പിടിച്ച് കെട്ടിയിട്ട് അടിക്കാൻ തുടങ്ങി. And he started to tie the lad and start beating അവൻ him. വലിയ വായിലെ കരയാൻ തുടങ്ങി. With great voice he started to cry. അവനെ സഹായിക്കാൻ ആരുമില്ല. No man was there to help ആ him. വഴിയെ ഒരു മനുഷ്യൻ കുതിരവണ്ടിയിൽ പോകുക. And one person was going in a chariot over അവൻ
there. പെട്ടെന്ന് ഈ കരച്ചിൽ കേട്ടു. And he heard this cry. അവൻ ആ കുതിരവണ്ടി നിർത്തി ഓടിച്ചെന്നു. And he stopped the chariot and went away. ഈ ബാലന്റെ ശരീരം മുഴുവനൊക്കെ മുറിവേറ്റ് കഴിഞ്ഞു. And this young lad has been beaten and is wounded. അദ്ദേഹം പറഞ്ഞു, അയ്യോ സാർ, ഈ കുഞ്ഞിനെ കൊല്ലരുത്. And he said, sir, you should not beat അയ്യോ him. അവനെ കൊല്ലരുത്. Thou shalt not kill him. അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? What did he commit? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, Then that person replied, ഇവൻ എന്റെ അടിമയാണ്. he is my slave. ഞാൻ ഇവന് 5 പൗണ്ട് കൊടുത്തു വാങ്ങിയതാണ്. I have bought him for 5 pounds. ഇവനെ തല്ലാനും കൊല്ലാനും വളർത്താനുള്ള അധികാരം എനിക്കുണ്ട്. I have the authority to grow, to kill and to അപ്പോൾ slay. അദ്ദേഹം പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്യരുത്. And he beseeched, do not do like that. തന്റെ പോക്കറ്റിൽ നിന്ന് 5 പൗണ്ട് എടുത്തു. Then he took 5 pounds from his pocket. പിന്നെ ഇവൻ മോഷ്ടിച്ച ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. And there was one apple which he stole. അതിന് 1 പൗണ്ട് കൂടെ കൊടുത്തു. And 1 pound was paid for that too. അങ്ങനെ 6 പൗണ്ട് കൊടുത്ത് അവനെ വാങ്ങി. And he bought him for 6 pounds. 6 പൗണ്ട് കൊടുത്ത് അവനെ വാങ്ങി. He was purchased for 6 pounds. അവന്റെ കെട്ടുകളെ അഴിച്ചു. His bands were set loose. അവന്റെ മുറിവുകളെല്ലാം കെട്ടി. And his wounds were bounded. അവൻ ഈ നല്ല മനുഷ്യന്റെ കാൽക്കൽ വീണു. And he fell upon the feet of this good man. യജമാനനെ, അങ്ങ് എന്നെ രക്ഷിച്ചല്ലോ. Master, thou hast saved me. ഞാൻ ഇനി അങ്ങേക്ക് അടിമയായിരുന്നോളാം. I shall be a slave unto you. പക്ഷേ പെട്ടെന്ന് അക്കാലത്തെ നിയമം അനുസരിച്ച് But according to the law of that time, ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു, he wrote it on a piece of paper. ഇവൻ ഒരിക്കൽ അടിമയായിരുന്നു. He was once a slave. ആ ഇന്ന മുതലാളിയുടെ അടിമയായിരുന്നു. He was a slave of this master. എന്നാൽ ഇവന്റെ മറുവില ഞാൻ കൊടുത്തിരിക്കുന്നു. But I have given the ransom for him. ഇനി ഇവൻ ആർക്കും അടിമയല്ല. Now he shall not be under anyone's ഇവന്റെ subjection. മറുവില ഞാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. I have given the price for him. പ്രിയ ദൈവ പൈതലേ, Dear child of നീ God, പാപത്തിന്റെ കുഴിയിൽ കിടക്കുമ്പോൾ, even in your the pit of sin, നീ പിശാചിന്റെ ബന്ധനത്തിൽ കിടക്കുമ്പോൾ, when you are under the bondages of Satan, നീ അന്ധകാരത്തിൽ കിടക്കുമ്പോൾ, when you are in the deepest darkness, യേശു നിനക്ക് മറുവില കൊടുത്തു. Jesus paid the ransom for you. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, That's why St. Paul says, പുത്രൻ നിങ്ങളെ സ്വതന്ത്രനാക്കി, the Son has liberated you. ഇനി നിങ്ങൾ അടിമതുകത്തിൽ കുടുങ്ങരുത്. You shall not be in the yokes of a bondage. യേശുവിന്റെ ഏറ്റവും നമുക്ക് മറുവില കൊടുത്തു. Because the blood of Jesus was paid as a ransom. ഞാൻ ഇന്ന് സ്വതന്ത്രനാണ്. I am liberated and free. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. രണ്ടാമതായി നാം നോക്കുമ്പോൾ, Secondly, when we look, നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. behind our sanctification there is the blood of Jesus. നാം വിശുദ്ധരാകുവാൻ യേശുവിന്റെ രക്തം വേണം. In order to become saints, we need the blood of Jesus. വിശുദ്ധ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ St. John, when he is writing the epistle, അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, he has written likewise. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നെങ്കിൽ, If we say that we do not have any sin, നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. we are deceiving ourselves. അത് ഭയങ്കര വാക്കാണ് എഴുതിയിരിക്കുന്നത്. It is a terrible word written over there. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ, If we say that we have no sin, നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. we deceive ourselves. അടുത്ത വാക്കേതാണ്? What is the next word? സത്യം നമ്മിൽ ഇല്ലാതെ പോയി. The truth is not in us. സത്യം നമ്മിൽ ഇല്ലാതെ പോയി. The truth is not in us. അപ്പോൾ സത്യം എപ്പോൾ നമ്മളെ വിട്ടു മാറുന്നുവോ, When the truth is departing from us, അപ്പോൾ നാം വിശുദ്ധരാണെന്ന് സ്വയം പ്രഖ്യാപിക്കും. then we will self-proclaim that we are saints. ആ വേദഭാഗം ഒന്ന് വായിക്കാമോ? Can you read that portion? നമുക്ക് പാപമില്ലെന്ന് പറയുന്നുവെങ്കിൽ, If we say that we have no sin, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. glory be to the Lord. അടുത്തൊരു വാക്കെന്തെന്നറിയാമോ? What is the next word? സത്യം നമ്മിലില്ല. The truth is not in us. സത്യം എന്നെ വിട്ട് അകന്നു പോയാൽ If the truth has departed from you, ഇതേ സംഭവം നമ്മിൽ വരും. the same thing shall happen to us. എന്താണ് ഈ സത്യം? What is the truth? വേദപുസ്തകത്തിൽ സത്യത്തിന് 3 ഭാഗമാണ്. For the truth in the Bible there are 3 portions. ഒന്ന്, സത്യം എന്ന് പറയുന്നത് യേശുവാണ്. One, the truth is Christ യേശു Jesus. പറയാണ്, Jesus says, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. Jesus says, I am the way, the truth and the life. അപ്പോൾ യേശുവിന്റെ സാന്നിധ്യം നമ്മളെ വിട്ടു പോകരുത്. Therefore the presence of Jesus should not depart from us. രണ്ടാമത് സത്യമെന്ന് പറയുന്നത്, Secondly, truth is, അത് ദൈവത്തിന്റെ വചനമാണ്. it is the word of the Lord. യേശു പറയാണ്, Jesus says, കർത്താവേ, നിന്റെ വചനം സത്യമാണ്. Father, thy words are അപ്പോൾ true. വചനത്തിന്റെ സ്വാധീനത എന്നെ വിട്ടു പോയാൽ, If the power of the word departs from us, അപ്പോൾ സത്യം നമ്മളെ വിട്ട് അകലുകയാണ്. then the truth shall depart from us too. മൂന്നാമത്തെ സത്യം എന്നുള്ളതിന് And the third truth, റിയലി ഫാക്ട്, പരമാർത്ഥമായത്. and it is really flat.
പരമാർത്ഥമായത്. the sincere thing. ഈ സത്യത്തിന് 3 വശമുണ്ട്. So there are 3 parts for it. ഒന്ന് യേശു സത്യമാണ്. One, Jesus is the truth. 2 വചനം സത്യമാണ്. Secondly, word is the truth. 3 പരമാർത്ഥത സത്യമാണ്. Thirdly, sincerity is the അപ്പോ truth. ഇത് 3 അങ്ങ് പോയി കഴിയുമ്പോ When these 3 shall depart from us, പിന്നെ നമ്മുടെ ചിന്ത നമ്മൾ പരിശുദ്ധന്മാരാണ്. then our thought is we are saints. നമ്മുടെ പ്രാണനെ നമ്മൾ തന്നെ വഞ്ചിക്കുക. We are deceiving our souls. വാക്കൊക്കെ എന്തൊരു ഭയങ്കരമാണെന്നറിയാം. Such great and terrible words. ഞാൻ ആ തിരുവെഴുത്ത് വായിച്ചു. When I read that scripture portion, വളരെ കാലം ആ കാര്യം ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നു. I was meditating it for a long എന്ത് time. അടിസ്ഥാനത്തിലാണ് യോഹന്നാൻ പറഞ്ഞത്? On what basis did St. John say, സത്യം നിങ്ങളിൽ ഇല്ലാതെ പോയി. the truth is not in you? അപ്പോൾ യേശുവിന്റെ സാന്നിധ്യം എന്നെ വിട്ടുപോയാൽ, That means the presence of Jesus will depart from us. വചനത്തിന്റെ സ്വാധീനത എന്നെ വിട്ടുപോയാൽ, If the power and the authority of the word will depart from us, എന്റെ മനസ്സാക്ഷിയുടെ പരമാർത്ഥത എന്നെ വിട്ടുപോയാൽ, if the conscience and the sincerity is loosed, നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കും. we are deceiving ourselves. പലർക്കും ഇത് അറിഞ്ഞുകൂടാ. Many of them do not know this. വാക്കുകളിൽ എഴുതിയിരിക്കുന്നത്, Isn't it mentioned likewise? നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കും. If we say we do not have sin, we are deceiving ourselves. സത്യം നമ്മളില്ല. The truth is not in us. യേശു നമ്മളെ വിട്ടുപോയി. Jesus has already departed. ദൈവവചനത്തിന് നമ്മിലൊക്കെ ഭയങ്കര സ്വാധീനതയാ. There is a great influence for the word of the Lord. ദൈവവചനത്തിന് നമ്മൾ ഭയങ്കര സ്വാധീനതയാണ്. There is a great influence for the word of the Lord. ഒരു മറ്റൊരു ചർച്ചിലെ ഒരു പുരോഹിതൻ There was a priest of another church. ഒരു നാൾ ഫിത്തോമിൽ വരുമ്പോൾ എന്നോട് ചോദിച്ചു, One day when he came to the faith home, he asked മാസ്റ്റർ, me, നിങ്ങൾ പ്രസംഗിക്കും മുമ്പ് ഈ സിസ്റ്റേഴ്സിന്റെ ഈ ലിസ്റ്റ് എല്ലാം കൊടുക്കുമോ? Pastor, before you preach, would you give this list to the sisters? നിങ്ങൾ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇതിന്റെ ലിസ്റ്റ് വായിക്കുന്ന സിസ്റ്റേഴ്സിനെ ഏൽപ്പിക്കുമോ? Before you preach, would you give this list to the sisters who are reading? ഞാൻ ചോദിച്ചു, അതെന്താണ് അച്ഛൻ അങ്ങനെ ചോദിച്ചത്? I replied, priest, why did you ask likewise? അല്ല, അവരെങ്ങനെ അറിയാം? അവർക്ക് എങ്ങനെ അറിയാം ഇത്? And they replied, how do they know? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ഒരു ദിവസം എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, One day he was calling and asking me, ഒരു പ്രസംഗം റെഡിയാക്കി വെച്ചതാ. there was one sermon prepared. പിള്ളാര് വീട് ക്ലീൻ ചെയ്ത കൂട്ടത്തിൽ ആ കുറിപ്പ് അങ്ങ് പോയി. And when they were cleaning the room, എനിക്ക് ഒരു വാക്യം ഒന്ന് കണ്ടുപിടിച്ച് തരണം. you have to find a verse for me. ഞാൻ ചോദിച്ചു, ഏത് വാക്യമാണ്? I asked them which is the അത് verse. ഏലീശായുടെ ദ്രവ്യാഗ്രഹത്തെ കുറിച്ചാണ്. And it was about the covetousness of Elisha. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയല്ലേ, ഏലീശായ്ക്ക് ദ്രവ്യാഗ്രഹം ഇല്ല. I said there is no covetousness for Elisha. പക്ഷെ അവിടെ ആർക്കോ ദ്രവ്യാഗ്രഹം ഉണ്ടല്ലോ. There was someone who was there with covetousness. അപ്പൊ ഞാൻ പറഞ്ഞു, ഏലീശായുടെ ദാസനായ ഗേഹസിക്കാണ്. It was the servant Gehazi who had the ഏതായാലും covetousness. അദ്ദേഹം എഴുതി റെഡിയാക്കി വെച്ചതാ, കുറിപ്പ് അങ്ങ് പറന്നുപോയി. He had prepared the note, but the note went off. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അദ്ദേഹത്തിനൊരു ഡൗട്ട്. So there was a doubt. ഫസ്റ്റ് പറഞ്ഞാൽ ഉടനെ എങ്ങനെ സിസ്റ്റേഴ്സ് വായിക്കുന്നത്? When the pastor says how immediately they read it, അവർക്കത് കണ്ടുപിടിക്കണ്ടേ? don't they have to find it അതോ out? നേരത്തെ ഫയലങ്ങ് കൊടുത്തിരിക്കുക? Or the file was given earlier ഇല്ല, to them? നേരത്തെ ഫയൽ കൊടുത്തോണ്ടല്ല. No file was given earlier to ഞാൻ them. പറഞ്ഞു, ഫസ്റ്റ് ഫാദർ, അവർക്ക് ഈ ഒറ്റ കാര്യമേ ഉള്ളൂ ഭൂമിയിൽ ചിന്ത. Pastor, the priest, only one thing is there for them to do. ദൈവത്തിന്റെ വചനത്തിന് അവരിൽ വലിയ സ്വാധീനതയുണ്ട്. There is a great influence for the word of the Lord in them. ദൈവവചനത്തിന് അവരിൽ ആഴത്തിൽ സ്വാധീനതയുണ്ട്. There is a deep influence for the word of the Lord in their നമുക്ക് lives. അത്ഭുതം തോന്നിപ്പോകും. We wondered. ദൈവവചനത്തിന് ആഴത്തിൽ എന്നിലും നിങ്ങളിലും സ്വാധീനതയുണ്ട്. The word of the Lord has a great, deeper influence in you and me. യേശുവിന്റെ സാന്നിധ്യം നമ്മളെ വിട്ടു പോകരുത്. Let not the presence of Jesus depart from us. അതുപോലെ ദൈവവചനത്തിന്റെ സ്വാധീനത നമ്മെ വിട്ടു പോകരുത്. And likewise, the influence of the word of the Lord should not depart from us. അതിലുപരി നമ്മുടെ പരമാർത്ഥത നമ്മളെ വിട്ടു പോകരുത്. And moreover, the sincerity should not be lost. നമുക്ക് ജീവിക്കാൻ ഒക്കുന്നില്ല, ദൈവം തമ്പുരാനോട് നേര് പറയണം. If we cannot live, we should tell the truth to the Lord. നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റിനൊന്നും പോകരുത്. Do not go for any adjustment. തമ്പുരാനെ പാസ്റ്റ് ഒത്തിരി കാര്യം പറയും, എനിക്ക് അത്രയും നോക്കത്തില്ല, എനിക്ക് ഇത്രയും ഒക്കത്തുള്ളൂ. അത് പറഞ്ഞാൽ ഒരു മാന്യതയും. Lord, I cannot do this much things. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. ഞാൻ ചിലപ്പം പ്രസംഗിക്കാൻ പോകുമ്പോഴൊക്കെ തിരക്കുള്ളപ്പം ദൈവത്തോട് പറയും, Sometimes before I preach, I tell to the Lord, സിയോനിൽ ദൂതന്മാരുടെ ഇടയിലാണ് ഇരിക്കുന്നത്. Lord, thou art seated before the angels. പുനരുദ്ധാന ശരീരത്തില് സിയോനിൽ ദൂതന്മാരുടെ ഇടയിലായിരിക്കും. And thou art seated in the angels between the ഞാൻ angels. നന്മ വസിക്കാത്ത ജഡത്തിൽ പാപം നിറഞ്ഞ മനുഷ്യരുടെ ഇടയിലായിരിക്കും. And I am dwelling in the men, among the men who are sinned. അതുകൊണ്ട് നമ്മളെ തമ്മിൽ വെച്ച് കമ്പയർ ചെയ്യരുത്.
And therefore do not compare both of us. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം, അല്ലെ ഞാൻ ഏറ്റു പറയാം. Forgive me for any mistakes. പക്ഷെ മീറ്റിംഗിന് പോകുമ്പോൾ മീറ്റിംഗ് ഒന്നും ഉഴപ്പരുത്. But my meeting should not be flopped. മീറ്റിംഗ് ഉഴപ്പിപ്പോയാൽ നമുക്ക് രണ്ടുപേർക്കും നാണക്കേടാ. If it is flopped, then it would be അപ്പൊ shame. എനിക്കറിയാം മീറ്റിംഗ് ഒന്നും ഉഴപ്പത്തില്ല. Then the meeting would not be shame. നമ്മുടെ ആ റിയലി മൈൻഡ് പോകരുത്. So that real mind should not depart from ജീവിക്കാൻ us. ഒക്കുന്നില്ല, ദൈവം തമ്പുരാനോട് അങ്ങ് നേര് പറയും. You have to tell the truth to the Lord. തമ്പുരാൻ തന്റെ പ്രാണനെ നമുക്ക് തന്നതല്ലേ? Because the Lord has given his soul for us. യേശു തന്റെ ജീവനെ നമുക്ക് തന്നതല്ലേ? He has shed his life for us. നമുക്ക് നിത്യതയെ ചൊല്ലി വഴക്കുണ്ടാക്കണം. Should we fight for eternity? പൗലോസ് ഒരു ചോദ്യം ചോദിച്ചു. St. Paul is asking, കർത്താവായ യേശുവിനെ തന്ന പിതാവ് the Lord Father who has given his Son Jesus Christ, അതോടുകൂടെ നിങ്ങൾക്ക് സകലതും തരാതിരിക്കുമോ? wouldn't he give all these things along with it? തരാതിരിക്കുമോ? Wouldn't he give? അപ്പൊ യേശുവിനെ തന്ന പിതാവ് അതോടുകൂടെ എനിക്ക് സകലതും തരുമെന്ന് വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ വിളിച്ചാട്ട്. അപ്പൊ യേശുവിനെ തന്ന പിതാവ് അതോടുകൂടി എല്ലാം തരും. Therefore the Father Lord who gave Jesus would give everything along with നമ്മൾ ഈ it. നിത്യതയെ ചൊല്ലിയൊന്നും വഴക്കുണ്ടാക്കാൻ പോകണ്ട. Therefore let us not argue about eternity. നിത്യതയെ ചെല്ലുമ്പോൾ പിതാവ് നല്ല സ്ഥലത്ത് തന്നെ ഇരുത്തുമല്ലോ. God shall surely seat you in good place. അപ്പൊ നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കൂ. Therefore keep it in your remembrance. ആ റിയലി മൈൻഡ് നമ്മളെ വിട്ടു പോകരുത്. That real mind should not depart from us. യെരൂശലേമിന്റെ വാതിൽ അടച്ചില്ല. The gates of Jerusalem was not ഞാൻ closed. ശുശ്രൂഷയ്ക്ക് വരുന്ന കാലത്ത് ഒരു പാസ്റ്റപ്പച്ചൻ എനിക്ക് പറഞ്ഞു തന്ന വാക്കാണ്. It was the words which a pastor told me in the days of my ministry. ജോസേ യെരൂശലേമിന്റെ വാതിൽ അടച്ചില്ല. The gates of Jerusalem has not been closed രാത്രി അവിടെ ഇല്ലല്ലോ. because there was no night. രാത്രി അവിടെ ഇല്ലല്ലോ. There is no night. അപ്പൊ ആ ഓർമ്മ മനസ്സിൽ എഴുതി ഒന്ന് സൂക്ഷിച്ചേക്കണം. So you have to keep that remembrance in your mind. ദൈവവചനത്തിന്റെ സ്വാധീനതയും The influence of the word of the Lord, കർത്താവായ യേശുവിന്റെ സ്വാധീനതയും the influence of Christ Jesus, മനസ്സാക്ഷിയുടെ പരമാർത്ഥതയും പോകുമ്പോൾ and the sincerity of the conscience if it ഇതിനെ is നാം lost, വിശുദ്ധരാണെന്ന് പ്രഖ്യാപിക്കും. we will self-proclaim we are saints. ഒരിക്കലും വരരുത്. No, it should not ഇനി അടുത്ത happen. വാക്യം ഏതാണ്? What is the next word? നാം പ്രാർത്ഥിക്കാൻ തുനിയുമ്പോൾ, When we start to pray, നാം ദൈവത്തിന്റെ മുഖം തേടുമ്പോൾ, when we seek his countenance, ഏതെങ്കിലും തെറ്റുകൾ ഓർമ്മയിൽ വന്നെന്നിരിക്കട്ടെ, if any sin is reminded, നമ്മളാരും ചിറകു പൊഴിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന ദൂതന്മാരല്ല. we are not angels whose wings are lost. നാം നന്മ വസിക്കാത്ത ജഡത്തിൽ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. We are living in a wicked world in the full of sin. നമ്മുടെ മനസ്സാക്ഷി നമ്മുടെ തെറ്റുകളെ പറയുക. Therefore our conscience would remind about our sin. ദൈവത്തിന്റെ മുഖം തേടുമ്പോൾ When we seek his face, നമ്മളെ 3 പേരാണ് വിധിക്കുന്നത്. 3 people are judging us. 3 പേര് നമ്മെ ന്യായം വിധിക്കും. 3 people shall judge us. ഒന്ന്, മനസ്സാക്ഷി വന്ന് നമ്മുടെ തെറ്റുകളെല്ലാം എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കും. Firstly, the conscience shall come and number our sin. 2, സാത്താൻ വന്ന് നമ്മുടെ തെറ്റുകളെ എണ്ണി പറയും. Secondly, the Satan shall come and number our sin. പെട്ടെന്ന് നമ്മൾ തിരുവെഴുത്ത് തുറക്കും. Again, we will open the scriptures. തിരുവെഴുത്തിൽ ഇന്നുവരെ കാണാത്തൊരു വചനം എഴുന്നേറ്റ് നമ്മുടെ നേരെ നിൽക്കുക. And a verse which we have never seen before is arose and from the scripture. നമ്മുടെ മനസ്സ് കുഴഞ്ഞു പോകും. And then our hearts would be ഞാൻ troubled. ചോദിക്കട്ടെ, അതിന് എങ്ങനെ രക്ഷപ്പെടാം? I'm asking, how shall we escape? മനസ്സാക്ഷി വിധിക്കുന്നവരെ, To all those who have been judged by the conscience, സാത്താനാൽ വിധിക്കപ്പെടുന്നവരെ, those who are judged by Satan, ദൈവവചനത്താൽ വിധിക്കപ്പെടുന്നവരെ, those who are judged by the word of the Lord, നിങ്ങളുടെ മനസ്സ് അധൈര്യപ്പെട്ടു പോകുകയാണ്. are your minds being troubled and discouraged? അവിടെ എന്താ പറയുന്നത്? What is mentioned over there? നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിലോ If you confess your sins, നിങ്ങളുടെ സകല അനീതിയും പോക്കി, and he shall cleanse us from all unrighteousness. നിങ്ങളുടെ സകല അനീതിയും പോക്കി Cleanse us from all unrighteousness, നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ and to forgive you. യേശുവിന്റെ രക്തത്തിന് കഴിയും. And the blood of Jesus is able to do അപ്പോൾ that. നിങ്ങളെ മറുവിലെ ആരാണ്? So who is the ransom for you? യേശുവിന്റെ രക്തമാണ്. It is the blood of Jesus. നിങ്ങളെ വിശുദ്ധീകരിക്കുന്നത് ആരാണ്? Who is sanctifying അത് you? യേശുവിന്റെ രക്തമാണ്. It is the blood of Jesus. ഇങ്ങനെയല്ലേ വാക്യം വായിക്കുന്നത്? Isn't the verse written like that? 1:7 വായിച്ചാൽ First, chapter 1 and verse 7. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. കർത്താവേ, എന്തിനാണ് അങ്ങ് ഈ അവസാനത്തുള്ളി രക്തം വരെ തന്നത്? Lord, why did you shed the last drop of blood? അതിന്റെ ചുരുക്കം നിങ്ങൾ നോക്കിയാൽ If you look into the nutshell, നിങ്ങളായിരിക്കുന്ന എല്ലാ ചിന്തയും പിന്നിൽ യേശുവിന്റെ രക്തം കാണാം. behind everything that you are, you can see the blood of Jesus. നിങ്ങളുടെ മറുവിലെ യേശുവിന്റെ രക്തമാണ്. Because your price was the blood of Jesus. നിങ്ങളുടെ ശുദ്ധീകരണത്തിന് യേശുവിന്റെ രക്തമാണ്.
രക്തമാണ്. And it is the blood of Jesus that sanctifies you. അങ്ങനെ നാം ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ And once we are cleansed, നാം രണ്ട് കാര്യം ചെയ്യണം. you have to do two things. ഒന്ന്, ദൈവം നമ്മളോട് അത് ക്ഷമിച്ചു. One, the Lord has forgiven you. സ്വർഗം അത് മറന്നു. Heavens have forgiven it. ശ്രദ്ധിക്കൂ, ദൈവം അത് ക്ഷമിച്ചു, The Lord has forgiven it. സ്വർഗം അതും മറന്നു. And the heavens have forgotten it. നാം എന്ത് ചെയ്യണം? And what should we do? നാം നമ്മോട് തന്നെ അത് ക്ഷമിക്കണം. And we have to forgive it to ourselves. നാം നമ്മോട് തന്നെ അത് ക്ഷമിക്കണം. We have to forgive it to നാം ourselves. അത് എന്നേക്കുമായി മറക്കണം. And we have to forgive it forever. ചിലർക്ക് ഇത് രണ്ടും സാധ്യമല്ല. Some people cannot do both of അവർക്ക് these. തങ്ങളോട് തന്നെ ക്ഷമിക്കാൻ ഒക്കുന്നില്ല. They are not able to forgive അവർക്ക് അത് themselves. ഒരിക്കലും മറക്കാൻ ഒക്കുന്നില്ല. They are not able to forget it also. കാരണം എന്താ? What is the reason? അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു മനസ്സ് ജനിക്കുന്നില്ല. Because Manasseh is not being born in them. ജോസഫ് പറയുകയാണ്, Joseph is saying, ഞാൻ എന്റെ കഷ്ടങ്ങളെയും എന്റെ ഗ്രഹത്തെയും മറന്നുപോയി. and I have forgotten my house and my sufferings. എന്റെ സഹോദരന്മാർ എന്നോട് ചെയ്ത ദ്രോഹം ഞാൻ മറന്നുപോയി. And I have forgotten all that my brethren has done unto എന്നെ me. പൊട്ടക്കിണറ്റിൽ എറിഞ്ഞവരെ ഞാൻ മറന്നുപോയി. I forgot them who had cast into that old well. എന്നെ കാരാഗ്രഹത്തിൽ അടച്ചവരെ ഞാൻ മറന്നുപോയി. I forgot them that have cast in the prison. ഞാൻ എന്റെ ഗ്രഹത്തെ മറന്നിരിക്കുന്നു. I have also forgotten my ഞാൻ household. എന്റെ കഷ്ടത്തെ മറന്നിരിക്കുന്നു. I have forgotten my sufferings too. എന്താണ് അതിന്റെ രഹസ്യം? What is the mystery? എനിക്കൊരു മനസ്സ് ജനിച്ചിരിക്കുന്നു. Because Manasseh has been born in പ്രിയ me. ദൈവ പൈതലേ, Dear child of God, യേശു തന്റെ അവസാന തുള്ളി രക്തവും നിനക്ക് തന്നിട്ടുണ്ട്. Jesus has shed his last drop of blood for you. ഇന്ന് രാത്രി നിന്റെ മനസ്സാക്ഷി ഉണർത്തുന്ന തെറ്റുകളെ യേശുവിനോട് ഏറ്റുപറയുവിൻ. Let us confess the sins which the conscience is remaining unto you. സ്വർഗം നിന്നോട് ക്ഷമിക്കുമ്പോൾ When the heavens shall forgive you, നീ അത് നിന്നോട് ക്ഷമിക്കുവിൻ. you should forgive it to yourself. സ്വർഗം മറക്കുമ്പോൾ When the heavens forget നീ it, അത് എന്നേക്കുമായി മറന്നുകളവി. you shall forget it forever. ദൈവവചനം സത്യമല്ലേ? Isn't the word of the Lord true? ഈ വചനം സത്യമല്ലേ? Is this word true? ഈ വചനം സത്യമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ And to those who claim and believe that the word is true, lift your hands. ആകാശവും ഭൂമിയും മാറട്ടെ, Let the heavens and the earth pass away. എന്നാൽ ഇതിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. Neither a jot nor a tittle shall change from എന്റെ this. യേശുവിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. My Jesus has forgiven my sin, യേശുവിന്റെ പാപക്കറകളെ കഴുകിയിരിക്കുന്നു. and he has washed away the stains of my ഇന്ന് sin. രാത്രി ഒരു മനസ്സ് നമ്മുടെ മനസ്സിൽ ജനിക്കട്ടെ. Let a Manasseh be born in our minds tonight. വർഷങ്ങളായി നമ്മെ അലട്ടുന്ന പാപഭാരം യേശുവിന്റെ നാമത്തിൽ വിട്ടൊഴിയട്ടെ. In the name of Jesus, all the frightenings and the threats of sin be cast away. ശക്തിയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. നമ്മുടെ സമയം അതിവേഗം കടന്നു പോകും. Our times are proceeding very fast. അടുത്തതായി നമ്മുടെ സമാധാനത്തിന് യേശുവിന്റെ രക്തം വേണം. And for our peace, nextly we need the blood of Jesus. കൊലോസ്യാലേഖനം 1-ാം വാക്യം. When we come to Colossians chapter 1 and verse 20, അവിടെ പൗലോസ്ലീഹ പറയുകയാണ്, St. Paul is saying over there, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ and by the blood which was shed on the അവൻ cross, മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. he has made peace with us. നിങ്ങളുടെ സമാധാനം എവിടെ നിന്ന് വാങ്ങിയതാണ്? So where has the peace been bought from? മാർജിൻ ഫ്രീ മാർക്കറ്റിൽ നിന്ന് സമാധാനം മേടിച്ചവരുണ്ടോ? Is there anyone who has brought the peace from the margin free market? അതോ ലൂലു മാർക്കറ്റിൽ പോയി സമാധാനം മേടിച്ചവരുണ്ടോ? Is there anyone who has bought the peace from ഇല്ല, Lulu? നമുക്ക് യേശുവിന്റെ സമാധാനമാണുള്ളത്. Yes, it is the peace of Jesus which is യേശു in us. പോകുമ്പോൾ എന്തു പറഞ്ഞു? What did Jesus say when he went? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുക. Peace I leave it unto you. അത് ലോകം തരുന്നത് പോലെയല്ല. And it is not like the one which the world gives. ലോകത്തിന് അത് എടുത്തു മാറ്റാൻ ഒക്കത്തില്ല. And the world cannot take it away from ഇന്ന് you. രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, Tonight I shall ask you, നിങ്ങളുടെ സമാധാനത്തിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. isn't there the blood of Jesus behind your feet? എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? How many children of God believe that? സാത്താനേ, Oh Satan, നിനക്ക് എന്റെ സമാധാനത്തെ തൊടാൻ ഒക്കത്തില്ല. you cannot touch my peace. എന്റെ സമാധാനം യേശു എനിക്ക് തന്നതാണ്. Because the peace is given by Jesus unto me. അതിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. And behind that there is the blood of Jesus. വായിച്ചാട്ടെ കൊലോസ്യാലേഖനം 1-ാം വാക്യം. Colossians chapter 1 and verse 20. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് By the blood which was shed upon the അവൻ cross, മുഖാന്തരം നമുക്ക് സമാധാനമുണ്ടാക്കി. and through him we are made in peace. നമ്മുടെ സമാധാനത്തിന്റെ പ്രത്യേകത എന്താണ്? So what is the speciality of our peace? ചിലർക്ക് ആകെ അരസ്പൂണ് സമാധാനമേ ഉള്ളൂ. Some people have only half a teaspoon of peace. അരസ്പൂണ് സമാധാനമേ ഉള്ളൂ. Half a teaspoon of peace. ചെറിയ കാര്യം ഉണ്ടായാലുള്ള സമാധാനം എന്ന് പോയി. A small thing and the peace will be lost. നമ്മുടെ സമാധാനം അങ്ങനെയൊന്നും പോകരുത്. Let not our peace be lost like ഒരിക്കൽ that. ബില്ലിഗ്രാമിനോട് ഒരു മനുഷ്യൻ ചോദിച്ചു,
Once a person asked Billy Graham, സാർ എന്താണ് ഈ സമാധാനം? "So, what is this peace?" അതൊരു വലിയ സമുദ്രത്തിന്റെ തീരത്ത് നിൽക്കുമ്പോഴായി. And they were standing on the ഞാൻ seashore. മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. I might have mentioned it earlier. ഒരു വലിയ സമുദ്രത്തിന്റെ തീരത്ത് സന്ധ്യാസമയത്ത് നിൽക്കുമ്പോൾ സ്നേഹിതൻ ചോദിച്ചു, സാർ എന്താണ് ഈ സമാധാനം? Friend was asking on the seashore on that evening, "What is this peace?" വലിയ ഒരുപാട് കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്രഹിക്കാൻ ഒക്കുന്നില്ല. Billy tried to explain many things, but he അപ്പൊ did not നോക്കുമ്പോൾ ആ understand. സമുദ്രത്തിൽ വലിയൊരു പാറക്കെട്ട് കണ്ടു. Then he saw a big rock, സമയം സന്ധ്യയായി തുടങ്ങി. and it was evening time. ചെറിയ കാറ്റടിച്ചു തുടങ്ങി. Small breeze was hitting, പിന്നെ മഴക്കാർ കൊണ്ട് കവിഞ്ഞിരിക്കുകയാണ്. and it was completely clouded, കടൽ തിരകൾ അടിച്ച് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. and the waves started to hit and roar. അവിടെ വിശ്രാമത്തിന് വന്നവരെല്ലാം വാഹനം എടുത്ത് ഓടിപ്പോകാൻ തുടങ്ങി. Those who came to relax went back, അങ്ങിങ്ങായി മിന്നൽ വിളിയൊക്കെ ഉണ്ടായി. and lightnings and thunders here and അപ്പോൾ there. ബില്ലി ഗ്രാം നോക്കുമ്പോൾ And when Billy Graham was ഒരു looking, ചെറിയ പക്ഷി a small bird, ആ പാറയുടെ പുളർപ്പിലിരിക്കുക. it was sitting on the cleft of the rock. അവൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? How was it sitting? അവൻ ഒറ്റക്കാല് ഒരു കാല് തറയിൽ കുത്തി, One leg was on the ഒരു floor, കാല് മടക്കി പിടിച്ച്, one leg was bent, അവന്റെ ചുണ്ട് ചിറകിന്റെ കീഴിൽ വെച്ച് and the beak was under its feathers, സമാധാനത്തോടിരിക്കുക. and resting in peace. ബില്ലി ഗ്രാം പറഞ്ഞു, Billy Graham said, സ്നേഹിതാ നീ നോക്കൂ, "Friend, look on that. ഇതാണ് സമാധാനം. That is ഈ peace. കൊടുങ്കാറ്റടിക്കുമ്പോൾ, When these winds are hitting, ഈ കടൽ ഇളകുമ്പോൾ, when the sea is roaring, സമയം സന്ധ്യയാകുമ്പോൾ, when the time is in the evening, മിന്നലും ഇടിയും മുഴങ്ങുമ്പോൾ, when the lightnings and thunders are there, ഒരുവൻ വിശ്രമിക്കുന്നത് കണ്ടോ? do you see one person resting? ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ സമാധാനം. This is the peace of a Christian, പ്രിയ ദൈവ പൈതലേ, dear child of God. നിന്റെ സമാധാനത്തിന് പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. Behind your peace is the blood of Jesus അത് Christ, സകല ബുദ്ധിയെയും കവിയുന്നതാണ്. and it surpasses all human യേശു understanding. പറയുന്നു, Jesus says, ഇത് വാങ്ങിപ്പോ കുടിപ്പീൻ, "Come ye and drink of it. ഇതെന്റെ രക്തമാണ്. This is my blood." യേശുവിന്റെ രക്തം ഒരു നാളെങ്കിലും കുടിച്ച ദൈവ പൈതലേ, Dear child of God who has taken part in the blood one day, നിന്റെ മറുവില യേശുവിന്റെ രക്തമാണ്. your ransom is the blood of Jesus. നിന്റെ വിശുദ്ധീകരണം യേശുവിന്റെ രക്തമാണ്. Your sanctification is through the blood of Jesus. ഇനി അടുത്തത് നിന്റെ നീതീകരണം യേശുവിന്റെ രക്തത്തിലാണ്. Nextly, your righteousness is through the blood of Jesus. റോമാലേഖനം 5:9 When you come to Romans chapter 5 and verse 9, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, it is written likewise over there, രക്തത്താൽ നീതീകരിക്കപ്പെട്ടു. "You are justified by his blood." ഒന്ന് വായിച്ചാൽ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നമ്മുടെ ശേഷമോ നീതീകരണത്തിന്റെ പിന്നിൽ ആരുണ്ട്? So who is there behind our justification? എന്താണ് ഈ നീതീകരണം? What is justification? എന്തായിരിക്കും നീതീകരണം? What should be justification? നീതി വേറെ, Righteousness is different. നീതീകരണം വേറെ. Justification is another thing. നീതീകരണം എന്ന വാക്കിന്റെ ആ വിശകലനം നമ്മൾ നോക്കിയാൽ, If you go to the definition and the explanation of justification, അയോഗ്യനായ ഞാൻ the person who is unworthy, സൃഷ്ടാവായ ദൈവത്തിന്റെ മുൻപിൽ standing before the Creator God, ധൈര്യത്തോടെ നിൽക്കുവാൻ in order to stand boldly, എന്റെ ആത്മാവ് നേടിയെടുത്ത പ്രാഗൽഭ്യമാണ് നീതീകരണം. and that has made me worthy to be before Him. നിങ്ങൾക്കത് ഗ്രഹിക്കാൻ ഒക്കുന്നുവോ? Can you understand it? അയോഗ്യനായ ഞാൻ A person who is unworthy, എന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ മുൻപാകെ in order to stand before my Creator God, ധൈര്യത്തോടെ പോയി നിൽക്കുവാൻ with boldness should I stand, എന്റെ ആത്മാവ് നേടിയെടുത്ത പ്രാഗൽഭ്യമാണ് നീതീകരണം. and it is that experience which has bought my soul for that. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. അതിന്റെ പിന്നിൽ ആരുണ്ട്? And who is there behind it? യേശുവിന്റെ രക്തമുണ്ട്. The blood of Jesus is there പൗലോസ് too. പറഞ്ഞ എന്താണ്? What did St. Paul say? അവന്റെ രക്തത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടു. And by his blood ye are justified. നമ്മുടെ മറുവില യേശുവിന്റെ രക്തമാണ്. Therefore our ransom is the blood of Jesus. രണ്ട്, നമ്മുടെ നീതീകരണം യേശുവിന്റെ രക്തമാണ്. Secondly, our justification is by the blood of Jesus. നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. Behind our sanctification is the blood of Jesus. നമ്മുടെ സമാധാനത്തിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. Behind our peace is the blood of Jesus. ഇനി അടുത്തതായി നമുക്ക് നോക്കാം, And nextly let us see, നമ്മുടെ ധൈര്യത്തിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. behind our courage is the blood of Jesus. യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിലുണ്ട്, നല്ല ധൈര്യമുണ്ട്. If there is the blood of Jesus in our lives, we have a courage. അങ്ങനെയല്ലേ വാക്യം? എബ്രായ ലേഖനം 10:9 വായിച്ചേ. Hebrews chapter 10 and verse 9. അവന്റെ ആ രക്തം ധൈര്യം നൽകുന്നു. And his blood gives a boldness and courage. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord.
ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 19. തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് 19 വാക്യം, 10-ാം അധ്യായം 19 വാക്യം വായിച്ചാൽ. യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും നമ്മുടെ മനസ്സിലൊരു ധൈര്യമുണ്ട്. So there is a boldness in our mind. അതിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമാണെന്ന്. And behind that is the blood of Jesus. വഴക്കുണ്ടാക്കാനുള്ള ധൈര്യമല്ല, Not the courage to argue, കർത്താവിന്റെ അടുക്കൽ അടുത്തിയെല്ലാമുള്ള ധൈര്യം. but the boldness to enter unto നമുക്ക് Jesus. ധൈര്യത്തോടെ ചെല്ലാം. We can go enter boldly. കർത്താവിന്റെ അടുക്കൽ അടുത്തിയെന്നതിന്റെ പിന്നിൽ എന്തുണ്ട്? What is the reason behind proceeding boldly? യേശുവിന്റെ മുമ്പിൽ പോയി നിൽക്കണമെങ്കിൽ എന്ത് വേണം? In order to stand before Jesus, what should we നമ്മുടെ need? പൂർവ്വകാല പിതാക്കന്മാർ ഒരുവനായിരുന്നു ജോബ്. Job was one of our forefathers. ജോബ് ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു. And Job was a righteous person too. പക്ഷേ ജോബിന്റെ നീതിയൊക്കെ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുക. And the righteousness of Job is written in plenty. ജോബ് പറഞ്ഞെന്തെന്നറിയാമോ? But did Job say, ഞാൻ നഗ്നനായി എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു. I was born naked out of my mother's womb, അയ്യോ, ഞാൻ നഗ്നനായി തന്നെ പോകും. and I shall go back naked? ജോബിലെ സ്വതന്ത്ര പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഈ പാട്ട് കേൾക്കാറുണ്ടല്ലേ? Early in the morning, we do hear in the morning praising. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുന്നേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. Praise be to the Lord. അപ്പൊ ജോബ് പറയാ നഗ്നനായി വന്നു, നഗ്നനായി പോകുന്നു. Job is saying, I have come naked and I shall go ഇനി naked നമുക്ക് too. പുതിയ നിയമത്തിലെ ഒരാളെ എടുത്തു നോക്കാം. Now let us take one person from the New ഈ Testament. ജോബിന്റെ ക്വാളിറ്റി ഒന്നും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നില്ല. There is no qualities like unto Job about him. അദ്ദേഹം അയ്യോ ഞാൻ അരിഷ്ടനാണ്, പ്രാകൃതനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കരയുന്നത്. He is crying, oh, I am a wretched man, I am a sinful man. ഒരു ദിവസം അദ്ദേഹം പറയുകയാണ്, But one day he is saying, ഞാൻ നഗ്നനല്ല, I am not naked. എനിക്കൊരു ഉടുപ്പുണ്ട്. There is a garment for me. ഞാൻ നഗ്നനല്ല, I am not naked. എനിക്കൊരു ഉടുപ്പുണ്ട്. There is a garment for me. വിശുദ്ധ പൗലോസേ, Saint Paul, നിനക്കെങ്ങനെ ഈ ധൈര്യം കിട്ടി? how did you get this boldness? ജോബ് പറഞ്ഞത് ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി പോകുന്നു. Job is saying, I came naked, I shall go naked. പക്ഷേ പൗലോസ് പറയുന്നു, But Saint Paul is saying, ഞാൻ നഗ്നനായി വന്നെങ്കിലും ഞാൻ ഇനി പോകുന്നത് നഗ്നനായിട്ടല്ല, നല്ല ഒരു ഉടുപ്പുള്ളവനായിട്ട് പോവുകയാണ്. although I came naked, I am not going back as naked, but as the one with the garment. അപ്പോൾ ഈ ധൈര്യം എവിടുന്ന് കിട്ടി? From where did he get this boldness? യേശുവിന്റെ രക്തത്തിൽ നിന്നാണ്. By the blood of Jesus. നമ്മുടെ ഹൃദയത്തിൽ ധൈര്യം ഉണ്ടാകട്ടെ. Therefore let us have boldness in our heart. ഇതൊക്കെ നമ്മുടെ ആഴത്തിൽ മനസ്സിൽ അങ്ങ് എഴുതി ചേർക്കണം. It should be written deep down in our heart. രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മളിതൊക്കെ ഒന്ന് ഏറ്റു പറയണം. In the night hours you should confess and pray. കർത്താവേ, കഞ്ഞി തരണമേ, കപ്പ തരണമേ, പൂഴിച്ചക്ക വേകണം, ഇതിനൊന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ നടക്കില്ല. Do not be concerned about the food and pray likewise. അതൊക്കെ കർത്താവ് നമ്മുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്, അതൊക്കെ തന്നോളൂ. It is all mentioned in the list and God will provide. നമ്മള് പ്രാർത്ഥിക്കുമ്പോ ഇതൊക്കെ ഒന്ന് പറയണം. You have to say these things and pray. ഇടയ്ക്കിടയ്ക്ക് പിശാച് വന്ന് ഡിസ്റ്റർബ് ചെയ്യും. Satan will come and disturb you in between. പിശാചിനോട് പറയണം, പിശാചെ ഞാൻ യാദൃശ്യമായി ഇതിൽ പെട്ടതല്ല. You should tell to Satan, I was not occasionally coming over here. 1900 വർഷം മുമ്പ് യേശു രക്തം കൊടുത്ത് എന്നെ വാങ്ങിയതാ. 1900 years before my Jesus paid the price and bought ഞാൻ me. ഇന്ന് സ്വതന്ത്രനാണ്. I am free today. എന്റെ മറുവില യജമാനൻ കൊടുത്തു. And my master has paid the ransom. ഞാൻ ചെയ്ത അതിക്രമങ്ങളുടെ മറുവിലെയും അവൻ കൊടുത്തു കഴിഞ്ഞു. And he has paid the price for my infirmities too. ഏതെങ്കിലും ഒരു നാൾ മനസ്സാക്ഷി നിങ്ങളെ വിധിക്കുമ്പോൾ When one day when the conscience shall judge you, നമ്മൾ രണ്ട് പുതപ്പൂടിട്ട് പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങാൻ പഠിക്കരുത്. do not be covered with 2 blankets and sleep. ആ മനസ്സാക്ഷി അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ If the conscience remind you it is a sin, പശ്ചാത്തപിച്ച് കരയണം. you have to confess and കർത്താവേ, cry, അങ്ങനെയെല്ലാം സംഭവിച്ചു പോയി. Lord, such things happened to me. നിന്റെ നീതി കൊണ്ട് അത് ക്ഷമിക്കണമേ. Forgive me with thy righteousness. സ്വർഗം ഒരു മനുഷ്യനോട് ക്ഷമിക്കുമ്പോൾ When the heavens forgive a person, ശ്രദ്ധിക്കൂ, പശ്ചാത്തപിക്കുന്ന ഒരു ദൈവ പൈതലിനോട് സ്വർഗം ക്ഷമിക്കുമ്പോൾ when a person who is troubled and when he confesses his sin, അതിൽ 3 കാര്യങ്ങളാണ് ഇടപെടുന്നത്. and 3 things happen when the heaven forgives them. ദൈവത്തിന്റെ വിശ്വസ്തതയാണ് നമ്മളോട് ക്ഷമിക്കുന്നത്. It is the faithfulness of the Lord that he forgives us. 2, ദൈവത്തിന്റെ നീതിയാണ് ആ പാപത്തിന്റെ കെട്ട് പൊട്ടിക്കുന്നത്. And it is the righteousness of the Lord that the bondages of sin are broken. യേശുവിന്റെ രക്തമാണ് ആ പാപത്തെ കഴുകുന്നത്. And it is the blood of Jesus that cleanses us from the sin. ഇപ്പൊ വായിച്ച വാക്യത്തിൽ അതിലുണ്ട്. It is mentioned in the verse which
which you have read right അവന്റെ now. വിശ്വസ്തത നമ്മുടെ പാപം ക്ഷമിക്കും. And his faithfulness shall forgive us sin. അവന്റെ നീതി പാപത്തിന്റെ ബന്ധനം പൊട്ടിക്കും. And his righteousness shall break the bondages of sin. അവന്റെ പുത്രന്റെ രക്തം പാപത്തെ കഴുകി നമ്മളെ വിശുദ്ധീകരിക്കും. And the blood of his son shall purge us and cleanse ഇന്നും us. യേശുവിന്റെ രക്തം നമ്മുടെ മധ്യേ ഉണ്ട്. Even today the blood of Jesus is there in our midst. അടുത്ത ഭാഗത്തേക്ക് പോകാം. Let us proceed to the next portion. അടുത്തതായി നമ്മുടെ വീണ്ടെടുപ്പ് യേശുവിന്റെ രക്തത്തിലാണ്. Nextly, our redemption is in the blood of Jesus. പഴയ നിയമത്തിൽ ഒരു വീണ്ടെടുപ്പ് ഉണ്ടായിരുന്നു. In the Old Testament there was a redemption. ആ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ The high priest, he would go in 1 year. അതിവിശുദ്ധ സ്ഥലത്ത് പോയി Once in a year he would go to the most holy place. പ്രാകാരത്തിൽ അറുത്തെടുത്ത രക്തം And the blood which he has taken, അതുകൊണ്ട് 7 പ്രാവശ്യം തളിക്കും. he will sprinkle it on 7 times. 7 പ്രാവശ്യം തളിക്കും. 7 times he will sprinkle it. ആ വീണ്ടെടുപ്പിന് 1 year ഗ്യാരണ്ടിയാ. And that redemption is 1 year guarantee. ഒറ്റ വർഷത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ. Guarantee only for 1 year. അടുത്ത വർഷം പോകണം, Next year he has to go, അല്ലെങ്കിൽ പാളിപ്പോകും. or else it would be failure. അടുത്ത വർഷവും And next year again, 7ാം മാസം and 7th month, 10ാം തീയതി 10th date, അന്നത്തെ മഹാപുരോഹിതൻ the most high priest of that time, അന്തർമന്ദിരത്തിൽ പോകണം. he will go to the inner court. 7 പ്രാവശ്യം തളിക്കണം. He will go to the inner tabernacle and അങ്ങനെ sprinkle. ഇസ്രായേൽ സഭയ്ക്ക് ഒരു വീണ്ടെടുപ്പ് ഉണ്ടായിരുന്നു. And that is how the Israelites were redeemed. എന്നാൽ പ്രിയ ദൈവ പൈതലേ, But dear child of God, നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിലെ പ്രവൃത്തി തികച്ച് after God and Jesus had completed all his works in this നമ്മുടെ world, യേശു പിതാവിന്റെ അടുക്കലേക്ക് പോയി. how Jesus went back unto his Father. പിതാവായ ദൈവം യേശുവിന് 2 ഭാഗമാണ് നൽകിയത്. And the Father Lord gave 2 portions unto ഒന്ന് Jesus. യേശു സിയോനിലെ രാജാവായി. One, Jesus is the King of ഇന്ന് നമ്മുടെ Zion. യേശു സിയോനിലെ രാജാവാണ്. Today Jesus is the King of Zion. രണ്ടാമതായി പിതാവായ ദൈവം Secondly, the Father God യേശുവിന് പൗരോഹിത്യം കൊടുക്കുകയാണ്. is giving him a royal priesthood. യേശു മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ പുരോഹിതനായി. He is made a priest in the order of Melchizedek. പൗലോസ് പറയുന്നു, St. Paul is saying അവൻ ആടുകളെയും കാളകളെയും രക്തത്താൽ അല്ല, he was not redeemed by the blood of the lamb or the ox, ന്യായപ്രമാണ പുരോഹിതനെ പോലെ like unto the most high priest of the Old Testament, ആടുകളെയും കാളകളെയും രക്തത്താൽ അല്ല, not by the blood of ox or other അവൻ animals, സ്വന്തം രക്തത്താൽ but by his own blood. അവൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയി. And he proceeded into the most holy തന്റെ place. രക്തം 7 പ്രാവശ്യം സിയോനിൽ കൃപാസനത്തിൽ തളിച്ച് And he sprinkled his blood on the throne of grace on Zion 7 times. ദൈവസഭയ്ക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് കൽപ്പിച്ചു. And an eternal redemption for the church was given away. പ്രിയ ദൈവ പൈതലേ, Dear child of God, യേശു നിനക്ക് വീണ്ടെടുപ്പ് തന്നു. Jesus has given the redemption for you. ഇത് 1 വർഷമോ 2 വർഷമോ ഉള്ളതല്ല. It is not for an year or 2. പൗലോസ് പറയുന്നു, St. Paul is saying, അവന്റെ സ്വന്തം രക്തത്താൽ by his own അവൻ blood, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നൽകി. he has given you the eternal redemption. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീണ്ടെടുപ്പിന്റെ പിന്നിൽ ആരുണ്ട്? So who is there behind your redemption? യേശുവിന്റെ രക്തമുണ്ട്. The blood of Jesus is there before it. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? How many children of God believe this? എന്റെ യേശുവിന്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. It is the blood of Jesus which has redeemed എന്റെ me. പാപത്തിൽ നിന്ന് യേശുവിന്റെ രക്തം വീണ്ടെടുത്തു. From the sin I was redeemed by the blood of Jesus. പാരമ്പര്യത്തിൽ നിന്ന് യേശുവിന്റെ രക്തം എന്നെ വീണ്ടെടുത്തു. From the vain traditions I was redeemed by the blood of Jesus. അതെന്റെ പ്രവൃത്തിയിൽ നിന്ന് യേശുവിന്റെ രക്തം എന്നെ വീണ്ടെടുത്തു. From his words and deeds I was redeemed by the blood of Jesus. വീണ്ടെടുക്കപ്പെട്ടവരെ, Oh, the redeemed ones. ഒരു ദിവസം നാം ദൈവനഗരത്തിൽ പോകും. One day we shall proceed into that city of നാം Lord. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ രാജാവിനെ കാണും. And we shall see our King who is our Redeemer. നമ്മളെല്ലാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. Because we are the redeemed ones. ആരും നരകത്തിൽ പോകത്തില്ല. We shall not end up in hell. സൂത്രവും തന്ത്രവും ഒന്നും എടുക്കാതിരുന്നാ മതി. Do not bring any inventions. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the Lord. നമ്മളെല്ലാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. We are all the redeemed ones. നമ്മൾ സ്വർഗത്തിൽ പോയില്ല, പിന്നെ ആരാ പോകുന്നത്? If we do not go, who shall go? ബില്ലാദനാണോ പോകുന്നത്? Is it Bin Laden who shall go? അതോ വീരപ്പൻ പോകും? Or is it Veerapan? അവര് പോകുന്നതിൽ നമുക്ക് തടസ്സമില്ല. We are not hindering them. നമ്മുടെ എല്ലാം പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട് കേട്ടോ. But behind all of us there is the blood of Jesus. പലപ്പോഴും ഇതിന്റെ ആഴമൊന്നും അറിയത്തില്ല നമ്മൾ.
Many of us do not know the depth of it. പാസ്റ്റപ്പച്ചൻ അറിയിച്ചല്ലോ, ഇനി പുതുവർഷവും നമുക്കൊരു തിരുവത്താഴമുണ്ട്. Pastor Christian has informed us and we have a communion in the new year. അന്ന് ആ വീഞ്ഞു കുടിക്കുമ്പോഴും അപ്പം തിന്നുമ്പോഴും ഇതേച്ചു പറഞ്ഞുകൊണ്ട് വേണം. When you drink that blood, you shall understand this. എന്റെ വീണ്ടെടുപ്പിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. Behind my redemption there is the blood of നിങ്ങൾ Jesus. 10 പ്രാവശ്യം ധൈര്യമായിട്ടൊന്ന് പറയാമോ? 10 times can you boldly say? ആ നരകഭയം നിങ്ങളെ വിട്ടങ്ങ് പോകും. The fears of death and hell shall remove from you. ഇനി അടുത്തതായി തിരുവെഴുത്ത് നോക്കുമ്പോൾ And when we again examine the scriptures, നമ്മുടെ ജയത്തിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. behind our overcoming and victory there is the blood of Jesus. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം When Revelation chapter 12, 11-ാം വാക്യത്തിൽ വരുമ്പോൾ when we come to the 11th verse, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. it is written likewise over അവർ there. കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി, And they overcame him by the blood of the Lamb. ആ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും Overcame him by the blood of the Lamb. തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും And by the word of their അവർ testimony. സാത്താനെ ജയിച്ചു. And they overcame Satan. അവർ സാത്താനെ ജയിച്ചു. They overcame Satan. നിന്റെ ജീവിതത്തിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. Behind your overcoming life there is the blood of നമ്മുടെ Jesus. സമയം അതിവേഗം കടന്നുപോകും. Our times are proceeding very ഇന്ന് fast. രാത്രി നമുക്കൊന്ന് ഏറ്റു പറയാം. Tonight let us confess likewise. യേശുവേ, Oh Jesus, എന്റെ നീതീകരണത്തിന്റെ പിന്നിൽ നിന്റെ രക്തമുണ്ട്. behind my justification is thy blood. യേശുവേ, Jesus, എന്റെ മറുവിലയായി നിന്റെ രക്തം കൊടുത്തിരിക്കുന്നു. you have paid the ransom by thy blood. യേശുവേ, Oh Jesus, എന്റെ വിശുദ്ധീകരണത്തിന്റെ പിന്നിൽ നിന്റെ രക്തമുണ്ട്. behind my sanctification is thy blood. യേശുവേ, Oh Jesus, എന്റെ ധൈര്യത്തിന്റെ പിന്നിൽ നിന്റെ രക്തമുണ്ട്. behind my boldness is thy blood. യേശുവേ, Oh എന്റെ Jesus, സമാധാനത്തിന്റെ പിന്നിൽ നിന്റെ രക്തമുണ്ട്. behind my peace is thy blood. യേശുവേ, Oh Jesus, എന്റെ ജയത്തിന്റെ പിന്നിൽ നിന്റെ രക്തമുണ്ട്. behind my victory is thy blood. നമുക്കൊന്ന് ഏറ്റുപറയാം. Tonight let us confess likewise. ഞാനിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച വിശുദ്ധന്മാരെ, All ye saints who have been redeemed by the blood of the Lamb, സ്വർഗ്ഗം നമുക്ക് തരുന്ന അവസരങ്ങൾ പാഴാക്കരുത്. do not waste this opportunity which the heavens have bestowed. യേശു എന്ത് പറഞ്ഞു? What did Jesus say? ഇത് വാങ്ങി കുടിക്കണം. Come ye and drink of it. ഇത് എന്റെ രക്തമാണ്. This is my blood. നമ്മുടെ സമയം അവസാനിക്കുന്നു. Our times are ending up. അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. Let us proceed to the next portion. അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി. And he thanked and brake the bread. അവൻ പറയുന്നു, ഇതെന്റെ ശരീരമാണ്. And he is saying, this is my body. 1 കൊരിന്ത്യർ 11:24. 1 Corinthians chapter 11 and verse 24. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. നിർത്തി വായിച്ചാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. And അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. എന്റെ ശരീരമാണ്. And when he had given thanks, he brake it. യേശുവിന്റെ രക്തത്തെ കുറിച്ച് ചെറിയ രൂപരേഖ നമ്മുടെ മനസ്സിൽ വരച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. And I believe you have drawn a small overview of it. ഇനി അടുത്തത് യേശുവിന്റെ ശരീരമാണ്. Now it is the body of Jesus. നമുക്ക് ഈ ബ്രെഡ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴേ When we get this bread, ചിലരൊക്കെ കൈ വിറയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. I have seen some people's hands shivering. യേശുവിന്റെ ക്രൂശിനെ ഓർത്ത് കരങ്ങൾ വിറയ്ക്കും. Their hands would tremble remembering the cross. ചിലരൊക്കെ കണ്ടിട്ടില്ലേ, ബ്രെഡ് വാങ്ങുമ്പോൾ അവരുടെ കണ്ണുനീരുകൊണ്ട് ആ ബ്രെഡ് നനയും. And some people, when they receive the bread, it would be wet with the tears. നമ്മുടെ ആഴത്തിൽ ഇത് നമ്മുടെ മനസ്സിലൊന്ന് വരയ്ക്കണം കേട്ടോ. You have to draw this deeply into our minds. യേശുവിന്റെ രക്തമാണ് നമ്മുടെ എല്ലാം. It is the blood of Jesus which is our all in all. യേശു പറയുന്നു, And Jesus is saying, അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി. and he brake the bread and gave thanks. അവൻ വെച്ച് നീട്ടി. And he is giving it. വാങ്ങി ഭക്ഷിപ്പി. Take and eat. ഇതെന്റെ ശരീരമാണ്. This is my body. യേശുവിന്റെ ശരീരം. This is the body of നമ്മുടെ Jesus. സമയം അവസാനിക്കുന്നു. പെട്ടെന്ന് ഞാൻ പറയാം. Our times are ending. We shall end it further. യേശുവിന്റെ ശരീരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ When we study about the body of Jesus, ബൈബിൾ പശ്ചാത്തലത്തിൽ നിന്ന് നാം നോക്കിയാൽ if we examine in the backgrounds of the Bible, യേശുവിന്റെ ശരീരത്തിന്റെ 3 ഭാഗങ്ങൾ നമുക്ക് കാണാം. we can see 3 portions of the body of Jesus. യേശുവിന്റെ ശരീരത്തെ 3 ഭാഗമായി തിരിക്കാം. And we can divide it into 3 portions. ഒന്ന് വചനം ജഡമായി തീർന്ന ശരീരം. One is the word manifested as flesh. ആദിയിൽ വചനമുണ്ടായിരുന്നു. In the beginning was the word, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. and the word was with God, ഈ വചനം ദൈവമായിരുന്നു. and the word was God indeed. എന്നാൽ ഈ വചനം ജഡമായി തീർന്ന But this word manifested as flesh കൃപയും സത്യവും നിറഞ്ഞവനായി ലോകത്തിൽ വന്നു. and came into this world filled with grace and truth. മക്കൾ ജനരക്തത്തോടു കൂടിയവരാകൊണ്ട് Because sons are all born of blood, അവനും അവരെ പോലെ ജനരക്തങ്ങളോടുകൂടി
കൂടി വന്നു. He also came in flesh like unto them. 33.5 വർഷക്കാലം ജീവിച്ചു. Lived for 33.5 years. അവസാനം ഒരു ചോദ്യം ചോദിച്ചു. At the end he asked the question, പിതാവേ, ഞാൻ ഭൂമിയിൽ വന്നപ്പോൾ Father, when I came to this world, നീ ഹനനയാഗവും വഴിപാടും ഒന്നും ഇച്ഛിച്ചില്ല. you did not seek for sin offerings or burnt എന്നാൽ offerings, നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. but you have prepared a body for me. സർവാംഗ ഹോമയാഗങ്ങളിൽ നീ പ്രസാദിച്ചില്ല. You were not pleased in the burnt offerings. അപ്പോൾ ഞാൻ പറഞ്ഞു, And then I said, ഇതാ ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യാൻ. here I come to do thy will. അതാണ് ഒന്നാമത്തെ ശരീരം. That is the first body. രണ്ടാമത്തെ ശരീരം എന്ന് പറയുന്നത് And the second body is, പൗലോസ്ലീഹ പറയുകയാണ്, St. Paul is saying, നമ്മുടെ താഴ്ചയുള്ള ശരീരം our body, our mortal body, അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. our humble body shall be made like unto his glorious body. നമ്മുടെ താഴ്ചയുള്ള ശരീരം Our earthly body, അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. it would be made like unto his glorious body. അതാണ് രണ്ടാമത്തെ ശരീരം. It is the second body. ഇതേത് ശരീരമാണ്? Which is this body? ഇത് മരണം വിട്ട് ഉയർത്തു വന്ന ശരീരമാണ്. Because it is the resurrected body. യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, When seeing Jesus, disciples said, ഭൂതം വരുന്നേ, ഭൂതം വരുന്നേ, they called him, a ghost is coming. ഭൂതം വരുന്നേ, ഭൂതം വരുന്നേ. Ghost is coming. അപ്പോൾ യേശു പറയുക, And then Jesus is saying, നോക്കുവിൻ, look, എന്റെ കൈകാലുകളെ നോക്കുവിൻ, look unto my hands and of my എന്റെ feet. കയ്യിലെ മുറിപ്പാടുകളെ നോക്കുവിൻ. Look unto the scars in my hand. എനിക്കുള്ളതുപോലെ And like I have. ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ. The ghost do not have flesh or bones. അപ്പൊ ഉയർത്തുവന്ന യേശുവിന് അസ്ഥിയും മാംസവും ഉണ്ടോ? So resurrected Jesus, does he have flesh and bones? യേശു ഭക്ഷണം കഴിച്ചോ? Did Jesus eat? പാവപ്പെട്ട ശിഷ്യന്മാരാണ്. It was the poor disciples. ഇന്നത്തെ പോലെ മട്ടൻ ബിരിയാണി ഒന്നും കൊടുക്കാൻ അവരിലില്ല. They did not have the provision to give mutton biryani. കടൽക്കാറ്റടിച്ച് ശരീരത്തിലെ എണ്ണ പറ്റിപ്പോകാതിരിക്കാൻ And in order to be not waxed by the breeze of the sea, അവർ കഴിക്കുന്നതാണ് ഈ വറുത്ത മീനും തേൻകട്ടയും. and they used to eat honeycomb and fried അപ്പൊ fish. യേശു ചെന്ന് ചോദിക്കുക, കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ആഹാരം ഉണ്ടോ? And Jesus is asking children, do you have anything to eat? ചിലര് ചിന്തിച്ചിരിക്കുന്ന ഈ പുനരുദ്ധാന ശരീരം എന്നൊക്കെ പറഞ്ഞ് FACT-യിലെ പുക പോലാണ്. And then something that is like a ghost or a smoke. വെളുത്ത ഒരു ഉയർത്ത് വരുമ്പോ വെളുത്ത FACT-യിലെ പുക പോലെ, And it will be like a white smoke. കറുത്ത ഒരു ഉയർത്ത് വരുമ്പോ പറങ്ങണ്ടി ആഫീസിലെ പുക പോലെ. And the other people would be like the black ഏ smoke. അങ്ങനെയൊന്നുമല്ല. It is not likewise. യേശു പറയുകയാണ്, Jesus is saying, നോക്കുവിൻ, look, എന്റെ കൈകാലുകളെ നോക്കുവിൻ, look unto my hands and unto my feet. എനിക്കുള്ളതുപോലെ. And like I have. മരണം വിട്ട് ഉയർത്തുവന്ന യേശു പറയുകയാണ്, എനിക്കുള്ളതുപോലെ. The resurrected Jesus saying, like I have. ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ. Ghost does not have flesh or bones. അപ്പൊ ഉയർത്തി വരുന്ന വിശുദ്ധന്മാരെ നമുക്ക് അസ്ഥിയും മാംസവും ഒക്കെ ഉണ്ട്. Therefore the resurrected saints would have flesh and bones too. ഇനിയും കഴിക്കാൻ ഒക്കുമോ? Shall we eat? വേണമെങ്കിൽ കഴിക്കാം. Maybe we can. യേശു മേടിച്ച് കഴിക്കുന്ന കണ്ടില്ല. Because Jesus was buying and eating. സവായം മുടക്കി ബിരിയാണി കഴിക്കാൻ പോകുന്നവരൊക്കെ ഓർത്തോണം. Those who are breaking the service and going for biryani, ഉയർത്ത് വന്നാലും നിങ്ങൾക്ക് കഴിക്കാം, വ്യാകുലപ്പെടണ്ട. even after resurrection you shall go and eat. സവായം ഒന്നും മുടക്കി പോകരുത്. Do not forbid this service. യേശു ഇതൊക്കെ കാണിച്ചിട്ടാ പോയേക്കും. Because Jesus has shown all these to us. ആ ഭാഗം ഒന്ന് വായിക്കാമോ? Can we go to that portion? യോഹന്നാന്റെ സുവിശേഷത്തിലാണോ? ഇവിടെ പറയുന്ന നോക്കുവീൻ, എന്റെ കൈകാലുകളെ കണ്ടില്ലേ? It is mentioned, look unto my hands and look unto my feet. ലൂക്കോസ് 24:39. ലൂക്കോസ് 24:39. Luke chapter 24 and verse 39. ഞാൻ തന്നെ ആകുന്നു എന്ന് ഞാൻ തന്നെ ആകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി എന്റെ അറിയുവിൻ. കൈയും കാലും നോക്കി അറിയുവീൻ, എന്നെ തൊട്ട് നോക്കുവിൻ. എന്നെ തൊട്ടു നോക്കുവീൻ, എന്നിൽ കാണുന്നത് പോലെ എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ല. അപ്പൊ ഉയർത്തി വരുന്ന വിശുദ്ധന്മാരായി നമുക്കതൊക്കെ ഉണ്ട്. Therefore the resurrected saints would have all these. യേശു അവരുടെ കയ്യിൽ നിന്ന് തേൻകട്ടയും വറുത്ത മീനും മേടിച്ച് അവർ കാന്ത ഭക്ഷിച്ചെന്നാ പറയുന്നത്. And then it is written, he has eaten a piece of broiled fish and a honeycomb. അതാണ് രണ്ടാമത്തെ ശരീരം. That is the second body. അതിന് മഹത്വമുള്ള ശരീരം എന്ന് പറയും. It is also mentioned as the glorious body. മൂന്നാമത്തെ ശരീരം ഏതാണ്? And which is the third അവൻ body? രക്തം കൊടുത്ത് മേടിച്ച സഭയാണ്. It is the church which was redeemed by the അവൻ blood. സഭയാം ശരീരത്തിന്റെ തലയാണ്. And he is the head of the body or church. അപ്പൊ പുതിയ നിയമ വിശുദ്ധന്മാരെ, And therefore the New Testament നമ്മുടെ says, യേശുവിന്റെ ശരീരമാണ് ഞാനും നിങ്ങളും. we
me and you are a part of the body of Christ. പൗലോസ് പറയാണ്, St. Paul is saying, അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു, and it was working in Christ, ആ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, and it resurrected Jesus from the dead, ആ പിതാവിന്റെ മഹിമയിലേക്ക് കൊണ്ടുപോയി, and taken unto the Father's glory, അവൻ വീണ്ടും സഭയാം ശരീരത്തിലേക്ക് വ്യാപരിച്ചിരിക്കുക. and it was manifested into the body which is the church. അപ്പോൾ നമ്മുടെ യേശുവിന്റെ ശരീരം 3 ഭാഗമാണ്. Therefore the body of Christ is in 3 portions. എന്നാൽ യേശു ഇപ്പോൾ ഭക്ഷിക്കാൻ കൊടുക്കുന്ന ശരീരം ഏതാണ്? But what is this body which he is giving us unto eat? അത് വചനം ജഡമായി തീർന്ന ശരീരമാണ്. It is the word which has manifested as flesh. ഒരിക്കൽ ഈ ശരീരത്തെ കുറിച്ച് യേശു പറയുകയാണ്. Once Jesus is saying about this, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 20-21 വാക്യം. in John chapter 2 and verse 21 and 22, വായിക്കേണ്ട, യേശു പറയുന്നു, Jesus is saying, ഈ മന്ദിരം പൊളിപ്പീൻ, and you shall break this temple. ഞാനിത് 3 ദിവസം കൊണ്ട് പണിയാം. I shall build it in 3 days. അപ്പോൾ യഹൂദന്മാർ അമ്പരന്ന് പോയി. And the Jews were wondering, നീ ഈ മന്ദിരം പൊളിച്ചു പണിയുമോ? will you break and build this again? അവിടെ പറയുന്നു, And it is mentioned there, ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. he was speaking about the temple which is his body. അപ്പോൾ യേശുവിന്റെ ശരീരം ഒരു മന്ദിരമായിരുന്നു. Therefore the body of Jesus was a temple too. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ When we come to Gospel of John chapter 6, യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. Jesus is saying, I have the bread which has come from അപ്പോൾ heaven. യേശുവിന്റെ ശരീരം ഒരു അപ്പമായിരുന്നു. Therefore the bread, the life of Jesus was a bread. യെശയ്യാപ്രവചനം 53-ൽ വരുമ്പോൾ When we come to Isaiah chapter 53, യെശയ്യാവ് പറയുന്നു, അവനൊരു വ്യസനപാത്രമായിരുന്നു. it is said that he was a grieved body, അവൻ വ്യസനപാത്രമായി തകർക്കപ്പെടുകയാ. and he is stricken and grieved. എബ്രായ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ വരുമ്പോൾ When we come to Hebrews chapter 10 and verse 9, അവിടെ പൗലോസ് പറയുന്നു, St. Paul is mentioning it over there, അവന്റെ ദേഹമെന്ന തിരശീല ചീന്തി. and the veil which is his body has been broken. അപ്പോൾ യേശുവിന്റെ ശരീരം ഒരു തിരശീലയാണ്. Therefore the body of Jesus was a veil. യേശുവിന്റെ ശരീരം ഒരു അപ്പമാണ്. The body of Jesus was a bread too. യേശുവിന്റെ ശരീരം ഒരു മന്ദിരമാണ്. The body of Jesus was a temple യേശുവിന്റെ too. ശരീരം തകർക്കപ്പെട്ട വ്യസനപാത്രമാണ്. And the body of Jesus was grieved and stricken. അപ്പോൾ യേശു എന്ത് പറയുന്നു? And now what is Jesus saying? ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, Come ye and take eat of it. ഇത് എന്റെ ശരീരമാണ്. This is my body. യേശുവിന്റെ ശരീരം ഭക്ഷിച്ചവരെ, Those who have partaken in the body of Jesus, ജീവന്റെ അപ്പം ഭക്ഷിച്ചവരെ, those who have taken the bread of life, നാം ഈ ഭൂമിയിൽ എത്ര ഭാഗ്യവാന്മാരാണ്. how blessed are we on this നമുക്ക് earth. നന്ദിയുള്ളവരായി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. Let us praise our Lord with the gratitude. പൗലോസ് എന്താണ് പറയുന്നത്? St. Paul is saying, ഞാൻ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളെ ഏൽപ്പിച്ചതാണ്. what I have received from the Lord and is delivered ഇത് unto നമ്മുടെ you. സഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. It is the fundamental doctrine of the church. ഇത് ഒരു ദൈവവൈതലിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമാണ്. It is the fundamental unit for the establishment of the child of നമുക്ക് ഇന്ന് God. രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Tonight let us all close our eyes. നമുക്ക് നമ്മുടെ യേശുവിന്റെ അന്തിമാത്താഴത്തെ ഒന്ന് കാണാം. Let us visualize the last supper of Jesus. യേശു കഴുകിയാലേ നമ്മൾ വിശുദ്ധരാകത്തുള്ളൂ. Only if we are being washed by Jesus shall we be clean. യേശു നമ്മളെ വിശുദ്ധീകരിച്ചാലേ നമ്മൾ വിശുദ്ധരാകത്തുള്ളൂ. Only if Jesus sanctifies us we shall be യേശുവിനെ sanctified. ഭക്ഷിച്ചാലേ നമുക്ക് നിത്യജീവൻ ഉണ്ടാകത്തുള്ളൂ. Only if we eat of him we shall be having eternal നമ്മുടെ life. യേശുവിന്റെ മാർഗം താഴ്മയുടെ മാർഗമാണ്. The works of Jesus are the works of humility. ഇന്ന് രാത്രി അവന്റെ ക്രൂശ് മരണത്തെ നമുക്ക് ഓർക്കാം. Let us meditate about the death on the cross of Calvary. യേശു നിന്റെ അടുക്കൽ നിൽക്കുന്നു. Because Jesus is standing nigh unto ഈ you. രാത്രി അവൻ ഇതാ രക്തം വെച്ച് നീട്ടുകയാണ്. And he is putting that blood unto you. ഇത് വാങ്ങി കുടിപ്പി, Come ye and drink of it. ഇത് വാങ്ങി കുടിപ്പി. Come ye and drink of എന്റെ it. രക്തമാണ്. This is my ഈ word. രാത്രി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. Tonight let us praise and worship our Lord. യേശുവേ, Oh Jesus, എന്റെ മറുവില നിന്റെ രക്തമാണ്. my ransom was your എല്ലാവരും ഒന്ന് blood. മുഴങ്കാൽ മേലിരുന്നാണ്ട്, Everybody be seated on your എല്ലാവരും knees. ഒന്ന് കണ്ണുകളെ അടച്ചാണ്ട്, Everybody close your eyes. യേശുവിന്റെ കാൽവറിയെ ധ്യാനിച്ചാണ്ട്, Let us meditate on the cross of Calvary. ദയവായി ആരും അലസരായി ദൈവസന്നിധിയിൽ ഇരിക്കരുത്. Do not be sitting in vain in the presence of the Lord. യേശുവിനോട് ഇന്ന് രാത്രി ഏറ്റു പറയാം. Tonight let us confess unto our Jesus. യേശുവേ, Oh Jesus, എന്റെ മറുവില നിന്റെ രക്തമാണ്. my ransom was your blood. എല്ലാവരും
ഒന്ന് ഏറ്റു പറഞ്ഞാട്ട് Let everybody confess. അതിനിടയിൽ എഴുന്നേറ്റ് നടന്ന് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി ശാപയോഗ്യരായി തീരരുത്. Do not walk in between and lose the presence of the Lord and be cursed. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ Pour out your hearts unto the Holy Ghost. ഇന്ന് രാത്രി നമുക്കൊന്ന് ഏറ്റു പറയാം. Tonight let us all confess. പലപ്പോഴും അതിന്റെ ആഴം നമ്മൾ അറിഞ്ഞില്ലല്ലോ. Many a times we have not the depths of the എത്രയോ scripture. പ്രാവശ്യം ആ രക്തവും മാംസവും നമ്മൾ ഭക്ഷിച്ചിരുന്നു. Many a times we have taken part of the blood and the flesh. പക്ഷേ ഇത്രയും ആഴമാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ലല്ലോ. We never knew it was such a deep thing. രാത്രി നമുക്ക് ഏറ്റു പറയാം. Tonight let us confess. എന്റെ ജീവൻ എന്റെ യേശുവിന്റെ ജീവനാണ്. My life is the life of Jesus. കർത്താവേ, ഇനി ഒരു ദിവസം കൂടെ അതുണ്ടെങ്കിൽ If there is one more day in me, എന്നെ കൂടെ അതിന് പങ്കാളിയാക്കി തീർക്കണമേ. make me a part of thy Lord. എന്റെ നീതീകരണത്തിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. Behind my justification is the blood of Jesus. എന്റെ മറുവിലെ യേശുവിന്റെ രക്തമാണ്. My ransom is the blood of Jesus. ഇന്ന് രാത്രിയിലും ആ രക്തം എന്നെ ശുദ്ധീകരിക്കുന്നു. Even tonight that blood is sanctifying എന്റെ me. ഹൃദയത്തിൽ ഒരു ധൈര്യമുണ്ട്. There is a boldness within my heart. അതിന്റെ പിന്നിൽ എന്റെ യേശുവിന്റെ രക്തമാണ്. And behind that is the blood of Jesus. എന്റെ സമാധാനത്തിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമാണ്. Behind my peace is the blood of Jesus. എന്റെ വീണ്ടെടുപ്പിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമാണ്. Behind my redemption is the blood of Jesus. എന്റെ ജയത്തിന്റെ പിന്നിൽ യേശുവിന്റെ രക്തമാണ്. Behind my victory is the blood of Jesus. ഞാൻ യേശുവിന്റെ മാംസം ഭക്ഷിച്ചപ്പോൾ When I have taken part of the flesh of Jesus, അത് സ്വർഗത്തിലെ അപ്പമായിരുന്നു. it was the bread from heaven. എന്റെ ജീവൻ എന്റെ യേശുവിന്റെ ജീവനാണ്. The life in me is the life of എല്ലാവരും Jesus. ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്ന Everybody confess these words. ആത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. Let the Spirit revive our hearts. കുഞ്ഞാടിന്റെ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. Let us press upon the blood of the Lamb. നമ്മുടെ മീറ്റിംഗ് ഇപ്പോൾ അവസാനിക്കാൻ പോകുകയാണ്. Our meetings are going to be winded up right now. യേശുവിനെ എത്ര പേര് കണ്ടു? How many of you have seen Jesus? അവൻ രക്തവും മാംസവുമായി നിന്റെ അടുക്കൽ നിൽക്കുക. With flesh and blood, he is standing nigh unto you. കർത്താവിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കാം. Let us take it from his hand and feed on പക്ഷേ it. ഇന്ന് രാത്രി നീ അതിന് യോഗ്യനായിരിക്കത്തില്ല. Maybe you shall not be worthy for it പക്ഷേ tonight, കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല. but God will never despise you. അവൻ നിന്നെ കഴുകുവാൻ നിന്റെ അടുക്കൽ നിൽക്കുകയാണ്. Because in order to wash you, he is nigh unto you. നന്ദിയുള്ളവരായി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. Let us praise and thank the Lord with a grateful heart. കുഞ്ഞാടിന്റെ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. Let us trust upon the blood of the Lamb. പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ Yield your hearts unto the Holy Ghost. ദയവായി നിങ്ങളെ അടയ്ക്കരുത്. Do not shut your mouth. നിങ്ങൾ നിങ്ങളുടെ അവസ്ഥകളെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ Confess your situations unto your Lord. എന്റെ നീതിക്ക് പിന്നിൽ യേശു ഉണ്ടെന്നൊന്ന് പറഞ്ഞു നോക്കിക്കാൻ. Say that behind my justification there is a Jesus. സമാധാനത്തിന്റെ പിന്നിൽ യേശു ഉണ്ടെന്ന് ഏറ്റു പറഞ്ഞാൽ Confess that behind your peace there is Jesus. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. Yield your hearts unto the Holy Ghost. കുഞ്ഞാ